അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ പരിഭാഷ അതിന്റെ അപ്പുറത്തുനിന്ന് വാങ്ങുക. പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പരേ കുത്തർന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനമാണ് ഞങ്ങൾ കേന്ദ്രം വേണോ ചോദിക്കാനുള്ളത്. ഇത് പിരിച്ചുവിട്ടാൽ പോലെ സമുദായത്തിന് ഒരു ഉപകാരം സംഘടന വേണോ? ഇതാണ് ഇവരുടെ അവസ്ഥ. ഇനി ആരെടുത്തത്? ഇതാണൊരു പണ്ഡിത സംഘടന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അവസ്ഥ. എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ ഒരാൾ ഇവരെ അംഗീകരിച്ചു, ഇവരെ വിശ്വസിച്ചു ഈ സംഘടനയിൽ നിൽക്കുക? ഇവരുടെ നേതൃത്വത്തെ അംഗീകരിച്ച് എങ്ങനെയാണ് ഇവരുടെ പിന്നിൽ നിൽക്കുക? ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. കാരണം അയാൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള പാണ്ഡിത്യമോ അതിനുള്ള പക്വതയോ ഇല്ലാത്തൊരു നേതൃത്വമാണ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? ആരുടെയെങ്കിലും കൂടെ നിൽക്കണമല്ലോ. ഏതെങ്കിലും ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കണം. നമ്മൾ ആഖിറത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന, അതാണ് ഇതുകൊണ്ടൊക്കെയുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഈ ദുനിയാവിലെ ലാഭങ്ങളല്ല, ഭൗതികമായ താല്പര്യങ്ങളല്ല, നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയണം. അതിനുപകരിക്കുന്ന, അതിന് നമ്മെ സഹായിക്കുന്ന നേതൃത്വം ഏതാണ്? അപ്പോ നല്ല വറവുള്ള, നല്ല തഖ്വയുള്ള, റബ്ബിനെ പേടിയുള്ള, നല്ല തഹ്ഖീഖുള്ള, അഗാധമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിത നേതൃത്വത്തിന്റെ പിന്നിൽ നമ്മൾ നിൽക്കണം. കേരളത്തിലെ മതസംഘടനകൾ മുഴുവൻ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നല്ല തഹ്ഖീഖുള്ള, തങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അഗാധമായ ജ്ഞാനമുള്ള പണ്ഡിതന്മാര് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ഏതാണ്? അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് SKSSF-ന്റെ വേദിയിൽ നിന്ന്, സമസ്തയുടെ വേദിയിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് നിങ്ങളൊരു അവകാശവാദമല്ലേ, അത് വേറെ ആരെങ്കിലും അംഗീകരിച്ചിട്ട് വേണ്ടേ? എന്നാലിതാ നമുക്കൊക്കെ സുപരിചിതനായ, നമ്മളെ തൊട്ടടുത്ത പ്രദേശത്തുകാരനായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ നേതാവും അവരുടെ ഫത്വ ബോർഡ് മെമ്പറുമായിരുന്ന ഐദീദ് തങ്ങൾ പറഞ്ഞോട്ടെ, കേരളത്തിൽ മതസംഘടനകളുടെ കൂട്ടത്തിൽ നല്ല തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ള സംഘടന ഏതാണ് എന്ന് ഐദീദ് തങ്ങൾ ഒന്ന് പറയട്ടെ. നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മൾ മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള്, അതില് കേരളത്തില് അത്യാവശ്യം തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത്യാവശ്യം തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ കേരളത്തിലെ മതസംഘടനകളുടെ കൂട്ടത്തിൽ നല്ല തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ എവിടെയാണുള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലാണ്. ഇനി നല്ല വറ ഉള്ള, നല്ല ദൈവഭക്തിയുള്ള, പടച്ചോനെ പേടിയുള്ള പണ്ഡിതന്മാർ എവിടെയാണുള്ളത്? തങ്ങൾ പറയട്ടെ. നല്ല ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ സമസ്തയിലുണ്ട്. ആ നല്ല വറവും നല്ല ഭയഭക്തിയുമുള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുണ്ട്. ആരാ? നമ്മൾ വെറുതെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതല്ല. ഐദീദ് തങ്ങളെന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവിന് പോലും അംഗീകരിക്കേണ്ടി വന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചുക്കിനും ചുണ്ണാമിനും പറ്റാത്ത നേതൃത്വം ഒരു ഭാഗത്തും, നല്ല തഖ്വയും വറവുമുള്ള നമുക്ക് ദിശാബോധം നൽകാൻ പറ്റുന്ന നേതൃത്വം മറുഭാഗത്ത് നിൽക്കുമ്പോ ഈ നേതൃത്വത്തിന്റെ കീഴിലല്ലേ നമ്മൾ നിൽക്കേണ്ടത്? പരിശുദ്ധമായ ഖുർആൻ പോലും അതല്ലേ നമ്മളോട് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാവണം. പോരാ, വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധരായ ആളുകളുടെ കൂടെ നിൽക്കണം. ആ സത്യസന്ധരായ ആളുകൾ എവിടെയാണുള്ളത് എന്ന് ഐദീദ് തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പിന്നെ ഇവിടെ നിൽക്കുന്നതല്ലേ ബുദ്ധി. അതിനിടയിൽ നമ്മുടെ പ്രവർത്തകര് തെറ്റുമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
ധനസമ്പാദനത്തിന് വളഞ്ഞ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ പറഞ്ഞു പറ്റിച്ച് പണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കില്ല. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരുപാട് ഭീമമായ ചെലവ് വരും. നമ്മുടെ സംഘാടകർക്ക് ഈ പരിപാടി കഴിഞ്ഞ് അവസാനം കണക്കൂട്ടി നോക്കുമ്പോ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കേണ്ടി വരുന്ന, സ്വന്തം മേത്തുക്ക് പിടിക്കുന്ന ഒരു രീതിയായാൽ പിന്നെ ഒരു പരിപാടി വെക്കാൻ അവർക്ക് ആവേശം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തിയിട്ടുള്ള ഈ ധർമ്മസമരത്തിൽ നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭാഗവാക്കാവണം. അള്ളാഹു നമ്മുടെ സമ്പത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അവ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ കുറിച്ച് ഇവിടെയുള്ള ബിദഈകൾക്ക് സംശയമില്ല. ഇനി സമസ്തയുടെ ഏറ്റവും വലിയ എതിരാളികളാണല്ലോ ഈ നന്മയുടെ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, തങ്ങളുടെ വായ കൊണ്ട് പരിശുദ്ധ അല്ലാഹുവിന്റെ മഹാനായ റബ്ബിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുർബലരായ ശത്രുക്കളെപ്പോലെ ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ വിളക്കുമാടത്തെ ഊതിക്കെടുത്താൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം വിഭാഗക്കാർ ഈ നന്മ ഇല്ലാതാക്കാനും ഈ നന്മകളെ റദ്ദു ചെയ്യാനുമാണല്ലോ അവർ ഈ പ്രചരണങ്ങൾ മുഴുവൻ നടത്തുന്നത്. ആ കാന്തപുരം വിഭാഗത്തിൽ നമ്മുടെ നേതാക്കന്മാരുടെ വിശുദ്ധിയിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? നമുക്കൊക്കെ അറിയാവുന്ന സമസ്ത എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിൽ നിറയുന്ന, നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന രണ്ട് പേരുകളുണ്ട്. ഈ സംഘടനയുടെ ചരിത്രത്തിലെ ശൈഖാനി എന്നറിയപ്പെട്ടിരുന്ന മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മറ്റൊന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമസ്തയുടെ പ്രതീകങ്ങളായി. സമസ്തയെക്കുറിച്ച് പറയുമ്പോ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഓർമ്മകളിലേക്ക് ആദ്യം ഓടിയെത്തുന്ന രണ്ടു പേരുകളാണ്. ഈ രണ്ടു നേതാക്കന്മാരെ കുറിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായം എന്താണ്? അത് പറയാൻ അർഹതപ്പെട്ട അവരുടെ കൂട്ടത്തിലെ മെഗാഫോണായ പേരോടത്ത് റഹ്മാൻ സഖാഫി, കാന്തപുരത്തിന്റെ മെഗാഫോണായി ഏതു തെമ്മാടിത്തങ്ങളെയും ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട പേരോടത്ത് റഹ്മാൻ സഖാഫി പറയട്ടെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആരായിരുന്നു? മഹാനായ ശംസുൽ ഉലമ ആരായിരുന്നു? പേരോടൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്ണിയത്ത് ഉസ്താദ് അവരുകളാണെങ്കിലോ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവിൽ ഉന്നതമായ ദറജയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആര്? പേരോടത്ത് റഹ്മാൻ സഖാഫിയും കൂടെയുള്ളവരും വിശ്വസിക്കുന്ന വലിയ പണ്ഡിതനാണ് കണ്ണിയത്ത് ഉസ്താദ്. ഇനി മഹാനായ ശൈഖുന ശംസുൽ ഉലമയോ, അതും കൂടി ഒന്ന് പറയട്ടെ. മറ്റൊന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽ പെടുന്നവരാണ്. അവിടത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. എന്റെ സദസ്സിലുള്ളവരും ഈ മുന്നിലിരിക്കുന്ന മൊയ്തു ഫൈസി അടക്കം പലരും ഇ.കെ. ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അപ്പോ മഹാനായ ശംസുൽ ഉലമ വലിയ പണ്ഡിതനാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്. പോരാ, ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ ഈ സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും എല്ലാവരും ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. അതായത് ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരല്ലാതെ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരാരും ആ കൂട്ടത്തിലില്ല എന്നർത്ഥം. അങ്ങനെയുള്ള പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ. ആരാ പറയുന്നത്? പേരോടത്ത് റഹ്മാൻ സഖാഫി. ആ രണ്ടു മഹാന്മാരെ കുറിച്ച് വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ ഷാക്കിർ ഫൈമി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പേരോട് പറഞ്ഞു,
ഇനി നമ്മുടെ സ്വപ്നജീവിയും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ സ്വപ്നജീവി ഉണ്ടല്ലോ, മൂപ്പര് സാധാരണ സത്യം പറയൽ വളരെ കുറവാണ്. അങ്ങനെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ പറഞ്ഞ അപൂർവം ചില സത്യങ്ങളിൽ ഒന്നാണ് മഹാനായ ശംസുൽ ഉലമ ആരാണ് എന്ന് സ്വപ്നജീവി ഒന്ന് പറഞ്ഞോട്ടെ, അതും കൂടി കേൾക്കാം. ഏതായാലും പണ്ഡിതന്മാരൊക്കെ വലിയവരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഈക്കയുടെ മുഖത്ത് നോക്കി നായന്റെ മോനെ എന്ന് വിളിച്ചു ഒരു ശൈത്താൻ. ഭഗവാനത് വിളിച്ചിട്ട് എന്ത് സംഭവിച്ചെന്നറിയുമോ? അയാൾ പണക്കാരനെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ചെയ്തതാ. അയാൾ മരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞുപോയി നായന്റെ മോനെ എന്ന് സ്വന്തം മോനെ വിളിച്ചു. പിന്നെ അയാളൊന്നും ചൊല്ലിയിട്ടില്ല, അതോടെ മരിച്ചുപോയി. ആഖിറു കലാം നായന്റെ മോനെ. എന്റെ ഈക്കയുടെ കുരുത്തുകൾ തട്ടി. മഹാന്മാരെ പണ്ഡിതന്മാരും പറയരുത്, സ്നേഹിക്കണം, ആദരിക്കണം. അവരൊക്കെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ കണ്ടോ നിങ്ങൾ, മഹാനായ ശംസുൽ ഉലമയുടെ പവർ എന്താണ് എന്ന് പകരാ മുഹമ്മദ് അഹ്സൻ പോലും പറയുക. അങ്ങനെയുള്ള മഹാനായ പണ്ഡിതൻ പേരോടും പകരയും അംഗീകരിക്കുന്ന, അത് വലിയ കാര്യമായതുകൊണ്ട് പറയല്ല, എന്നാൽ അവരെ കൊണ്ടും അംഗീകരിപ്പിക്കുന്ന പ്രാഗൽഭ്യത്തിന്റെ പ്രതീകങ്ങളായ മഹാന്മാരായ മഹത്വത്തിന്റെ ജീവിക്കുന്ന പ്രതീകങ്ങളായിരുന്ന ആ വലിയ പണ്ഡിതന്മാർ, ആ രണ്ട് മഹാന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരിക്കുമ്പോഴാണ് 1989 അവരുടെ നേതൃത്വത്തിൽ സമസ്ത മുഷാവറ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇവിടെ എടുത്തത്. പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ നിർവഹിച്ചു. ആരൊക്കെ? ഒന്ന് മഹാനായ കണ്ണിയത്തുസ്താദും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിലുള്ള ബന്ധം എന്താണ്? 1926 ജൂൺ 26-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഈ ഇലാഹിയായ പ്രസ്ഥാനത്തിന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാർമ്മികത്വത്തിൽ നേതൃത്വം നൽകുമ്പോ ആ മുഷാവറയിലെ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ 40 അംഗ മുഷാവറയിലെ 26ാമത്തെ അംഗമായി പേരെഴുതി ഒപ്പിട്ടത് അന്ന് കേവലം 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മഹാനായ കണ്ണിയത്തുസ്താദാണ്. ഒന്നുകൂടി പറഞ്ഞാൽ 1926 ജൂൺ 26 6/26 രൂപം കൊണ്ട ഈ പ്രസ്ഥാനത്തിന്റെ 26ാമത്തെ മുഷാവറ മെമ്പറായി പേരെഴുതിയൊപ്പിട്ടത് അന്ന് 26 വയസ്സ് മാത്രം പ്രായമുള്ള മഹാനായ കണ്ണിയത്തുസ്താദാണ്. ഈ കണക്കിലെ കളി കേവലം യാദൃശ്ചികതയല്ല, അത് പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങളിലേക്കുള്ള ഒരു ചൂട്ടുപലകയായിട്ടാണ് ആ വിവാദകരമായ ഘട്ടത്തിൽ, ആ സന്ദർഭങ്ങളുടെ സാഹചര്യത്തിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണമെന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് ഈ കണക്കിലെ സാമ്യതയെ നമ്മൾ കാണേണ്ടത്. അതാണ് സമസ്തയും കണ്ണിയത്തുസ്താദും തമ്മിലുള്ള ബന്ധം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയോ സമസ്ത രൂപീകരിക്കുന്ന രൂപീകരണ യോഗത്തിൽ മഹാനായ ശംസുൽ ഉലമ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മുഷാവറ മെമ്പറൊന്നും ആയിട്ടില്ല, കാരണം അന്ന് ശംസുൽ ഉലമ ചെറിയ കുട്ടിയാണ്. എന്നാലോ ആ ശംസുൽ ഉലമയുടെ പിതാവ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് മഹാനവർകൾ കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് പോകുമ്പോ തന്റെ മകനായ അബൂബക്കറിനെ എന്നാ ചെറിയ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ മോനെ, നമുക്ക് ടൗൺ ഹാളിലേക്ക് പോകാം. ഇന്നവിടെ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഔലിയാക്കളും ആരിഫീങ്ങളുമായ പണ്ഡിതന്മാർ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അവരെ കണ്ട് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് അവരുടെ ബർക്കത്തും അവരുടെ സാമീപ്യവും കരസ്ഥമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ശംസുൽ ഉലമയെ കൂട്ടിയിട്ടാണ് തന്റെ പിതാവ് ആ യോഗത്തിന് പോയത്. മഹാനായ ശംസുൽ ഉലമ രൂപീകരണ സമയത്ത് അതിന് സാക്ഷിയായി കോഴിക്കോട് ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു. അതാണ് കണ്ണിയത്തുസ്താദും ശംസുൽ ഉലമയും ഈ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം. ആ രണ്ട് മഹാന്മാർ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പുരുഷായുസ് മുഴുവൻ സമർപ്പിച്ച ആ രണ്ട് മഹാന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ 1989 വളരെ ഗൗരവതരമായ ഒരു തീരുമാനം അവർ രണ്ടാളും ഇവിടെ കൊണ്ടു. കേരളത്തിലെ മുസ്ലിങ്ങളോട് അവർ പറഞ്ഞു. എന്തായിരുന്നു ആ തീരുമാനം? സമസ്തയുടെ 40 അംഗ മുഷാവറയിൽ നിന്ന് പുകഞ്ഞ കൊള്ളികളായ 6 ആളുകളെ പിടിച്ചു പുറത്തിടാനുള്ള തീരുമാനം. ആരൊക്കെയായിരുന്നു ആ 6 ആളുകൾ? ഇന്ന് ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കരുവന്തിരുത്തിക്കാരൻ കുഞ്ഞിക്കോയത്തങ്ങൾ 1,
രണ്ടാമത് സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, 3 എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 4 ചിത്താരി ഹംസ മുസ്ലിയാർ, 5 എ വി മാനുപ്പ മുസ്ലിയാർ, 6 അണ്ടോണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഈ 6 ആളുകളെ സമസ്ത മുഷാവറയിൽ നിന്ന് ചെവിക്കുന്ന് പിടിച്ചു പുറത്താക്കാൻ ആര് തീരുമാനിച്ചു? പേരോട് പരിചയപ്പെടുത്തിയ കണ്ണിയത്ത്, പേരോടും പകരയും മഹാന്മാരാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ മഹാനായ ശംസുൽ ഉലമ. അവര് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമുക്കൊക്കെ അറിയാം അവർ മഹാന്മാരാണ്. എന്നാൽ അവരുപോലും അംഗീകരിച്ച, അവരെ കൊണ്ടുപോലും അംഗീകരിപ്പിച്ച മഹത്വത്തിന്റെ ഉടമകളായിരുന്ന ഈ 2 മഹാപുരുഷന്മാർ, 6 ആളുകളെ സമസ്ത മുശാവറയിൽ നിന്ന് പുറത്താക്കുമ്പോ സ്വാഭാവികമല്ലേ, ഒരു കാരണമില്ലാതെ, അകാരണമായി, ഒരു ന്യായീകരണമില്ലാതെ അവരങ്ങനെ ഒരു നടപടി സ്വീകരിക്കൂല. വ്യക്തമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ ഈ 2 നേതാക്കളുടെ നേതൃത്വത്തിൽ 6 ആളെ മുശാവറയിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയത്. എന്തായിരുന്നു കാരണം? ചുരുക്കി പറഞ്ഞാൽ അദബുകേടായിരുന്നു, മര്യാദക്കേടായിരുന്നു. മഹാന്മാരെ, ഉസ്താദുമാരെ ധിക്കരിച്ചതിന്റെ ഫലമായിരുന്നു ഈ പുറത്താക്കൽ. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ SYS എന്ന് പറയുന്ന സമസ്തയുടെ കീഴ്ഘടകം സമസ്ത മുഷാവറ പോലും അറിയാതെ എറണാകുളത്തൊരു സമ്മേളനം പ്രഖ്യാപിച്ചു. സമസ്ത മുഷാവറ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിൽ സമസ്തയുടെ പ്രഗത്ഭരായ നേതാക്കന്മാരാരെയും ഉൾപ്പെടുത്തിയുമില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ സ്വാഗത സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ശംസുല്ലമക്ക് കത്തെഴുതി ശംസുല്ലമെ അപമാനിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ SYSന്റെ ഭരണഘടനാ പ്രകാരം അതിന്റെ എല്ലാ തീരുമാനങ്ങളും അന്തിമമായി എടുക്കേണ്ടത് സമസ്ത മുഷാവറയാണ്. ആ മുഷാവറ അറിയിക്കാതെ, കണ്ണിയത്ത് ഉസ്താദിനോട് ആലോചിക്കാതെ, ശംസുല്ലമയോട് പറയാതെ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചു. എറണാകുളം ഭാഗത്തെ മധ്യ കേരളത്തിലെ സമസ്തയുടെ പ്രഗത്ഭരായ ആളുകളെ ഒക്കെ വെട്ടിമാറ്റി തനിക്കിഷ്ടപ്പെട്ട ചില തന്റെ ശിങ്കിടികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സ്വാഗത സംഘം രൂപീകരിച്ചു. അതിൽ നിങ്ങളെയും പെടുത്തിയിട്ടുണ്ട് എന്നൊരു ഔദാര്യം പോലൊരു കത്ത് ശംസുല്ലമക്ക് അയക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മഹാനായ മർഹൂം നാട്ടിക ഉസ്താദിന് അല്ലാഹു മർഹമ, അല്ലാഹു അദ്ദേഹത്തിന്റെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളും ഇന്ന് നമ്മുടെ മുഷാവറ മെമ്പറായ എം എ മുഹിയുദ്ദീൻ മുസ്ലിയാർ ആലുവായും, അതുപോലെ തന്നെ സുന്നി പരീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നത്തു ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന എറണാകുളത്തെ പരീദ് സാഹിബിനെ പോലുള്ള ചില ആളുകൾ എറണാകുളത്ത് വെച്ച് തന്നെ സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ മറ്റൊരു സമ്മേളനം പ്രഖ്യാപിച്ചു. ഒരേ സംഘടനയുടെ പേരിൽ 2 സമ്മേളനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുഷാവറ ചേർന്നു. ഇതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിച്ചു. അവസാനം പണ്ഡിതന്മാരിൽ തീരുമാനത്തിലെത്തി 2 സമ്മേളനവും പിരിച്ചുവിടണം, പ്രഖ്യാപിച്ച 2 സമ്മേളനവും നിർത്തിവെക്കണം. എന്നിട്ടോ സമസ്തയുടെ കാർമ്മികത്വത്തിൽ ഒരു സുന്നി സമ്മേളനം എറണാകുളത്ത് വെക്കാം. 2 കൂട്ടരും ഒന്നിച്ച്. ആ തീരുമാനം നാട്ടിക ഉസ്താദ് അംഗീകരിച്ചു. നാട്ടിക ഉസ്താദ് ഉടനെ തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ആ സമ്മേളനം പിരിച്ചുവിട്ടിരിക്കുന്നു. ആ തീരുമാനമെടുക്കുന്ന മുഷാവറയിൽ ഉള്ളാൾ തങ്ങളുണ്ടായിരുന്നു, കാന്തപുരമുണ്ടായിരുന്നു, ഞാൻ എണ്ണിപ്പറഞ്ഞ 6 ആളുകൾ ഉണ്ടായിരുന്നു. ആ 6 ആളുകളും ആ യോഗ തീരുമാനം അംഗീകരിച്ചു. അടിയിൽ പേരെഴുതി ഒപ്പിട്ടു, ചായ കുടിച്ചു, ഡിയെയും യാത്രാബത്തയും പറ്റി എല്ലാം തീരുമാനിച്ചു തൃപ്തിപ്പെട്ട് യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങി. ശംസുലമ സമ്മേളനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ, ഞങ്ങൾ സമ്മേളനം നിർത്തിവെച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഇവര് പുറത്തിറങ്ങി. എന്നാൽ പുറത്തിറങ്ങി പത്രക്കാരെ കണ്ടപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, സമസ്ത മുഷാവറ തടഞ്ഞാലും ഞങ്ങൾ സമ്മേളനം നടത്തും, സമസ്ത മുഷാവറ വിലങ്ങിയാലും നമ്മൾ സമ്മേളനം നടത്തും. നമ്മൾ ആലോചിച്ചു നോക്കി എത്രമാത്രം വലിയ മര്യാദക്കോടും ഗുരുത്തക്കേടുമാണ് സമസ്ത മുഷാവറയുടെ തലപ്പത്തുള്ള മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ്, അബൂബക്കർ ആസിമത്തിന്റെ ഉസ്താദ്, ശംസുൽ-ഉലമയുടെ ഉസ്താദാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഉസ്താദിന്റെ ഉസ്താദ്. ആ ഉസ്താദാണ് പറയുന്നത് സമ്മേളനം നടത്താൻ പാടില്ല. ഉസ്താദിന്റെ ഉസ്താദാണ് പറയുന്നത് സമ്മേളനം നടത്താൻ പാടില്ല. സ്വന്തം ഉസ്താദാണ് പറയുന്നത് സമ്മേളനം നടത്താൻ പാടില്ല. അതൊക്കെ പറഞ്ഞ് അംഗീകരിച്ച് തലകുലുക്കി പുറത്തു വന്നിട്ട് പറഞ്ഞു, സമസ്ത മുഷാവറ വിലക്കിയാലും ഞങ്ങൾ സമ്മേളന പ്രവർത്തനവുമായി മുന്നോട്ട് പോകും.
മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാമനീഷിയുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനായ ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശിഹാബ് തങ്ങളും ടി.വി. അബ്ദുള്ള കോയ സാഹിബും പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്. എന്നാലും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ചില മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ ശക്തികളെ കൂടെ കൂട്ടി എറണാകുളത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. ശംസുലമ പങ്കെടുക്കരുതെന്ന് പറഞ്ഞപ്പോ, കണ്ണിയത്ത് ഉസ്താദ് പങ്കെടുക്കരുതെന്ന് പറഞ്ഞപ്പോ, ശിഹാബ് തങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ അനുസരണ ബോധമുള്ള സുന്നികളാരും മുസ്ലിങ്ങളാരും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. എന്നാലോ കാന്തപുരം എറണാകുളം സമ്മേളനം വിജയിപ്പിക്കാൻ സമുദായത്തിന് പുറത്തുള്ള ആളുകളെപ്പോലും ഇറക്കുമതി ചെയ്തു കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന, തെറിച്ചു നിൽക്കുന്ന ആളുകളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാന്തപുരത്തിനു വേണ്ടി എല്ലാ പിന്തുണയുമായി രംഗത്തെത്തി. അങ്ങനെ എറണാകുളം സമ്മേളനം കാന്തപുരം വിജയിപ്പിച്ചെടുത്തു. ആരായിരുന്നു ആ എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന ആളുകൾ? സുന്നത്ത് കഴിക്കാത്ത സുന്നികളായിരുന്നു എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത്. ഇതെന്റെ ശൈലിയല്ല, മഹാനായ ശംസുലമ പറയാണ്, എറണാകുളം സമ്മേളനത്തിൽ കാന്തപുരത്തിന്റെ കൂടെ പങ്കെടുത്തത് സുന്നത്ത് കഴിക്കാത്ത സുന്നികളായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ നാവ് വഴങ്ങാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്ന സുന്നത്ത് കഴിക്കാത്ത സുന്നികൾ, അതായത് അൻഫവുമായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടാണ് കാന്തപുരം എറണാകുളം സമ്മേളനം വിജയിപ്പിച്ചെടുത്തത്. മഹാനായ ശംസുൽ ഉലമ സുന്നത്ത് കഴിക്കാത്ത സുന്നികളെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ തുണിയൊക്കെ പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതാണ്. സുന്നത്ത് കഴിക്കാത്ത തുണി അള്ളാഹു ഒപ്പ് അള്ളാഹ് പറയാനാണ് അള്ളാഹു ഒപ്പ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എറണാകുളം സമ്മേളനം വിജയിപ്പിച്ചു. മഹാനായ കണ്ണിയത്തിനെ വെല്ലുവിളിച്ച്, ശംസുലമയെ വെല്ലുവിളിച്ച്, പാണക്കാട്ട് തങ്ങളെ വെല്ലുവിളിച്ച്, സമസ്തയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സമ്മേളനം നടത്തി. അങ്ങനെ ഒരു ധിക്കാരം കാണിച്ചപ്പോ സമ്മേളന നടപടികളുമായി മുന്നോട്ട് പോയ 6 ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. അത് സ്വാഭാവികമായ ഒരു സംഘടനാപരമായ അച്ചടക്ക നടപടിയായിരുന്നു. സ്വാഭാവികമായ ഒരു സംഘടനാപരമായ അച്ചടക്ക നടപടി. ആ നടപടി സ്വീകരിച്ചതോ സ്വന്തം ഉസ്താദുമാരുമാണ്. അങ്ങനെ ഒരു നടപടി ഉസ്താദുമാർ സ്വീകരിച്ചാൽ മാന്യതയുടെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന് പറയുന്ന ഈ ഇലാഹിയായ പ്രസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ചെറിയൊരാഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ കാന്തപുരവും കൂടെ പുറത്താക്കപ്പെട്ട ആളുകളും എന്താണ് ചെയ്യേണ്ടത്? നടപടി സ്വീകരിച്ചത് സ്വന്തം ഉസ്താദുമാരാണ്. ആ ഉസ്താദുമാരെ വന്ന് കണ്ട് അവരോട് മാപ്പ് പറഞ്ഞ് സംഭവിച്ചു പോയതാണ്, മാപ്പ് തരണം, പൊറുത്തു തരണം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരത് തള്ളിക്കളയൂല. കണ്ണിയത്ത് ഉസ്താദ് തള്ളിക്കളയൂല, ശംസുൽ ഉലമ തള്ളിക്കളയില്ല. അവരെ തിരിച്ച് സംഘടന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും കൂട്ടരും ചെയ്തതെന്താ? സ്വന്തം ഉസ്താദുമാരെ മാന്യമായൊരു നടപടി സ്വീകരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ നേരെ ഇലാ ഹദ്റത്തി അരവിന്ദാക്ഷമേനോൻ, കോഴിക്കോട് ബാറിലെ പ്രഗത്ഭനായ അഡ്വക്കറ്റായിരുന്ന അരവിന്ദാക്ഷമേനോന്റെ ഹദ്റത്തിലേക്കാണ് നേരെ പോയത്. അരവിന്ദാക്ഷമേനോനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങളെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സമാന്തര സമസ്ത ഉണ്ടാക്കണം. അരവിന്ദാക്ഷമേനോൻ തന്റെ വക്കീൽ ബുദ്ധി പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി അതിന് സമസ്തയുടെ പേരിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. അപ്പൊ പോയ ഇവർ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഘടനയല്ല സമസ്ത, ആദ്യം ഒരു 40 അംഗ മുഷാവറ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ചാത്തപ്പനത് മൈസറാന്ന് ചോദിച്ച പോലെ അരവിന്ദാക്ഷമേനോൻ എന്ത് മുഷാവറ? അപ്പൊ അരവിന്ദാക്ഷമേനോൻ പറഞ്ഞു 40 അംഗ മുഷാവറ ഉണ്ടാക്കി കളി. അതൊരു അഡ്വക്കറ്റിന്റെ ബുദ്ധിയാണ്.
അങ്ങനെയാണ് അരവിന്ദാക്ഷമേനോന്റെ ആശീർവാദത്തോടുകൂടി കാന്തപുരം വിഭാഗം സമസ്ത മുഷാവറക്കെതിരെ 40 അംഗ സമാന്തര മുഷാവറയുണ്ടാക്കി. മഹാനായ വരത്തൽ മുല്ലക്കോയത്തങ്ങൾ മണിക്കൂറോളം ദുആ ചെയ്ത് സ്ഥാപിച്ച പണ്ഡിത പ്രസ്ഥാനത്തിൽ സമാന്തരമായി അഡ്വക്കേറ്റ് അരവിന്ദാക്ഷമേനോൻ ആശീർവദിച്ചനുഗ്രഹിച്ച ഒരു പണ്ഡിത സംഘടന. അതുകൊണ്ടാണ് ചെറുശ്ശേരി ഉസ്താദ് ഇവരെ കുറിച്ച് മേനോൻ സമസ്ത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി. എന്തായിരുന്നു ഇവർ പറഞ്ഞിരുന്ന പ്രശ്നം? എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? കണ്ണിയത്തുസ്താദിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ശംസുൽ ഉലമയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായി ഇത് തന്നെയായിരുന്നു അവരുടെ നിലപാട്. കണ്ണിയത്തുസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? കണ്ണിയത്തുസ്താദിനെ അത്യുത്തുമാണെന്ന് പറഞ്ഞു. ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു വടവൃക്ഷം പോലെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു കാലത്ത് കഷ്ടപ്പെട്ടിരുന്ന വാഴക്കാട് തന്റെ ദറസിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച് കോഴിക്കോട് മുദാക്കര പള്ളിയിൽ നടക്കുന്ന മുഷാവറ യോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി കാൽനടയായി സഞ്ചരിച്ച് തേഞ്ഞു മാഞ്ഞു പോയ അവശമായി പോയ കാലുകളുമായി ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിനെ സമസ്തയുടെ വേദികളിലേക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പിടിച്ചുകൊണ്ടുവരുമ്പോ, കയ്യിലേറ്റിക്കൊണ്ടുവരുമ്പോ ഇതാ ഉപ്പുംചാക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് മഹാനായ കണ്ണിയത്തുസ്താദിനെ പരിഹസിച്ചിരുന്ന ആളുകൾ, മഹാനായ ശൈഖുന ശംസുൽ ഉലമക്ക് പഴച്ചുപോയി എന്ന് പറഞ്ഞ ആളുകൾ, അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് പുതിയ സംഘടന ഉണ്ടാക്കിയത്. ഇപ്പോ കണ്ണിയത്തുസ്താദിന്റെ ആണ്ട് നേർച്ച നടത്താൻ നമ്മളെക്കാൾ ഉത്സാഹം ഇവർക്കാണ്. കണ്ണിയത്തുസ്താദ് വിട പറഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞു. 19 കൊല്ലവും ഇല്ലാത്ത ആവേശം ഈ 20-ാം കൊല്ലം പെട്ടെന്ന് പൊട്ടിമുളച്ചുവെങ്കിൽ അതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്ന് കേരളത്തിലെ ചിന്തിക്കുന്ന, ചോറ് തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഈ അമ്മൂന്റെ മുടിവെള്ളം കലക്കി കുടിച്ചിട്ട് തലയിൽ തലച്ചോറ് മരവിച്ചു പോയ ആളുകൾ, അവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തലയിൽ ആൾ താമസമുള്ളവർക്ക് മനസ്സിലാവും കഴിഞ്ഞ 19 കൊല്ലമില്ലാത്ത ആവേശം ഈ 20-ാം കൊല്ലം പെട്ടെന്ന് പൊട്ടിമുളച്ചെങ്കിൽ അതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? ഇപ്പൊ കണ്ടോ നിങ്ങൾ, ഇവരുടെ പ്രഭാഷണങ്ങൾ മുഴുവൻ കണ്ണിയത്തുസ്താദിന്റെ മദ്ഹ, ഇവരുടെ പ്രഭാഷണങ്ങൾ മുഴുവൻ ശംസുൽ ഉലമയുടെ മദ്ഹ. നല്ല തേനൂറുന്ന വാക്കുകളിൽ ശംസുൽ ഉലമയുടെ മദ്. ആ പ്രഭാഷകന്റെ വായന്റെ ഇടയിൽ ഒരു പാത്രം വെച്ചുകൊടുത്ത ഒരു 1 ലിറ്റർ തേനെങ്കിലും കിട്ടും. അങ്ങനെ തേനും പാലും ഒഴുകുന്ന മദ്ഹാണ്. ആരെക്കുറിച്ച്? കണ്ണിയത്തുസ്താദിനെ കുറിച്ചും ശംസുൽ ഉലമയെ കുറിച്ചും. കേരളത്തിലെ ചിന്തിക്കുന്ന ഉത്ബുദ്ധരായ ആളുകളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കുകയാണ് ഇവരിപ്പൊ പറയാ, ഞങ്ങൾ കണ്ണിയത്തുസ്താദിനെ എതിർത്തിട്ടില്ല, കണ്ണിയത്തുസ്താദ് ഞങ്ങളെ സ്വന്തം ആളായിരുന്നു, മഹാനായ ശംസുൽ ഉലമയെ ഞങ്ങൾ എതിർത്തിട്ടില്ല, ശംസുൽ ഉലമ ഞങ്ങളെ സ്വന്തം ആളായിരുന്നു. ശംസുൽ ഉലമക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. സാധാരണക്കാരനായ ഒരു വിശ്വാസിക്ക് തന്റെ സഹോദരനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പറയാനറക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ മഹാനായ ശംസുൽ ഉലമക്കെതിരെ പണ്ഡിത വേഷധാരികളായ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പറയാൻ അവർക്ക് മടിയില്ലെങ്കിലും ഉദ്ധരിക്കാൻ നമുക്ക് മടിയുള്ളതുകൊണ്ട് അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. എന്നാൽ ചെറിയൊരു ഉദാഹരണം, ശംസുൽ ഉലമയോട് ഇവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമല്ലോ. ഇവരുടെ പ്രസംഗം കേട്ടാൽ അതൊക്കെ തന്നെയാണ് ശരിയെന്ന് ധരിച്ചു പോയ ആളുകൾക്ക് ശംസുൽ ഉലമയോട് ഇവരുടെ നിലപാടെന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ ചെറിയ ഒരു ഉദാഹരണം നമ്മളോട് സംസാരിക്കുന്നത് അരിഷ്ടക്കുപ്പി സക്കാഫി. അങ്ങനെ ഒരു സക്കാഫി ഉണ്ടായിരുന്നു. ഒരരിഷ്ടക്കുപ്പിന്റെ കഷ്ണം കൊണ്ട് 50 ആളെ ഒന്നിച്ചു നേരിട്ട വീര ശൂര പരാക്രമിയാണ്. വലിയ ശുചായിയാണ് മൂപ്പര്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് നിങ്ങളെ കേൾപ്പിക്കും. ഏതായാലും ഇപ്പോ PKM സക്കാഫി ഇരിങ്ങല്ലൂർ അദ്ദേഹം പറയട്ടെ എന്തുകൊണ്ടാണ് സമസ്തക്ക് സമാന്തരമായി ഇവിടെ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായത്, എന്തുകൊണ്ടാ എന്ന് പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ EK അബൂബക്കർ മുസ്ലിയാരുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം, അതായത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യ നിലപാടിലേക്ക് അദ്ദേഹം പോവുകയും ആ നിലപാടിലേക്ക് സമസ്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മുശാവറയിലെ കുറെ ആളുകൾക്ക് അത് രസിച്ചില്ല. സ്വാഭാവികം മാത്രമാണല്ലോ.
അപ്പോ എന്താ ശംസുല്ലമക്ക് കൃത്യമായി നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതാണല്ലോ അദ്ദേഹം പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. ഇനിയൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം വളരെ കൃത്യമായി ശംസുല്ലമക്ക് പഴച്ചിരിക്കുന്നു, നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കിയത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുന്ന എസ്എസ്എഫുകാരുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാവും. എന്തൊക്കെ ചെയ്താലും ശംസുല്ലമ സ്വന്തം ഉസ്താദല്ലേ, കണ്ണിയത്ത് ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദല്ലേ, ഉസ്താദുമാരെ ധിക്കരിച്ച് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചത് ശരിയായോ എന്ന സ്വാഭാവികമായ സംശയം. ഇനി അങ്ങനെ ആരും സംശയിക്കണ്ട എന്ന് കരുതി അദ്ദേഹം പറയാണ്, അതൊക്കെ ചരിത്രത്തിൽ സാധാരണ ഉണ്ടാവുന്ന സ്വാഭാവികമായ ഒരു സംഭവമാണ്. അതെങ്ങനെയാണ് സ്വാഭാവികമായ സംഭവമാകുന്നത്? അതിന് അദ്ദേഹം ഒരു ഉദാഹരണവും പറഞ്ഞു. മുഅ്തസിലികളുടെ നേതാവായ അബൂ അലിയുൽ ജുബ്ബായി വലിയ ബിദഈയാണ്. ലോകത്തെ ആദ്യത്തെ ബിദഈ ഗ്രൂപ്പുകളിൽ പ്രധാനപ്പെട്ട മുഅ്തസിലി വിഭാഗത്തിന്റെ ആശയ സ്രോതസ്സാണ് ജുബ്ബായി എന്ന് പറയുന്നയാൾ. അയാളുടെ ശിഷ്യനായിരുന്നു മഹാനായ നമ്മുടെ അഖീദയുടെ ഇമാമ്, മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. ജുബ്ബായി ബിദഈവാദങ്ങളുമായി രംഗപ്രവേശം ചെയ്തപ്പോൾ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു അയാൾക്കെതിരെ രംഗപ്രവേശം ചെയ്തല്ലോ. അതുപോലെയാണ് ശംസുൽ ഉലമ ബിദഈവാദഗതികളുമായി കടന്നു വന്നപ്പോൾ ശംസുലമ അബൂ അലിയിൽ ജുബ്ബായിയെ പോലെ ബിദഈവാദഗതികളുമായി കടന്നു വന്നപ്പോൾ കാന്തപുരം ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പോലെ സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ ശംസുൽ ഉലമയുടെ കയ്യിൽ നിന്ന്, കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, മഹാന്മാരായ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് സമസ്തയെ രക്ഷിച്ചതാണ്. അദ്ദേഹം പറയട്ടെ. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ജുബ്ബായിയുടെ നീക്കം ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്, സ്വന്തം ഉസ്താദിനെതിരെ രംഗത്ത് വന്നത്. അപ്പൊ അതൊക്കെ ചരിത്രപരമായി ആവശ്യമുള്ള കാര്യമായിരുന്നു എന്നതുകൊണ്ട് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് യഥാർത്ഥത്തിൽ സുന്നിക്ക് ക്ഷീണം ചെയ്യും, സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ സമസ്തയെ ഇനി രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അത്രേ ഇവിടെ ഉണ്ടായി. അത്ര ഉണ്ടായിട്ടുള്ളൂ. മഹാനായ ശംസുലമക്ക് പഴച്ചതുകൊണ്ട് ശംസുലമയുടെ നേതൃത്വത്തിൽ സമസ്ത മുന്നോട്ട് പോയാൽ അത് സുന്നിക്ക് ക്ഷീണം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ശംസുലമയുടെ കയ്യിൽ നിന്ന് സമസ്തയെ രക്ഷിക്കുകയാണുണ്ടായത്. പച്ച മലയാളത്തിലാണല്ലോ അയാൾ പറഞ്ഞത്. പിന്നെ ഇപ്പോ ഞങ്ങൾ ശംസുലമയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലെ അജണ്ട എന്താണ്, അതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഞാൻ 11 ഒഴിവാക്കി 12ാമത്തെ ഫോട്ടോ എടുക്കും. അങ്ങനെ ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കി കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ ഒരിക്കലും മടുക്കാൻ കഴിയാത്ത വിധം കാന്തപുരം ഭിന്നിപ്പിച്ചു. അതിനെന്തെങ്കിലുമൊക്കെ കാരണം പറയണമല്ലോ. അദ്ദേഹം 2 കാരണങ്ങളാണ് അന്ന് പറഞ്ഞത്. ഒന്ന്, സമസ്ത നേതാക്കന്മാർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റ് കുറഞ്ഞിരിക്കുന്നു. അവരാരും ഒറിജിനൽ സുന്നികളല്ല, ഞാനും എന്റെ കൂടെയുള്ളവരും മാത്രമാണ് ഒറിജിനൽ സുന്നികൾ. 2, മുസ്ലിം ലീഗ് സമസ്ത എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വാലായി മാറിയിരിക്കുന്നു. ഈ 2 കാരണങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആ 2 കാരണങ്ങൾ രണ്ടും ശുദ്ധ അസംബന്ധങ്ങളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ആ കാരണങ്ങളുടെ, ആ പറഞ്ഞ കാരണങ്ങളുടെ അടിസ്ഥാനമില്ലായ്മയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ കാരണങ്ങളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ബിദഈ ബന്ധം ആരോപിച്ച് ശംസുലമയെ മാറ്റി നിർത്തി സമാന്തര സംഘടനയുണ്ടാക്കിയ കാന്തപുരം ഇവിടെ ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി സുന്നികളെ തമ്മിൽ തല്ലിച്ചിട്ട് നേരെ പറന്നത് കുവൈറ്റിലേക്ക്. കുവൈറ്റിൽ ചെന്നിട്ടോ ഒരു ഐക്യ കരാറിൽ ഒപ്പിട്ടു. എന്തായിരുന്നു അതിന് കാരണം?
കുവൈറ്റിൽ ചെന്നപ്പോ ഷെയ്ഖ് നാദിർ നൂരി എന്ന് പറയുന്ന കുവൈറ്റിലെ ഔക്കാഫ് ഡയറക്ടർ, അയാൾ കാന്തപുരത്തോട് പറഞ്ഞു, കുറെ കാലായല്ലോ ഇവിടുന്ന് ദീനിന്റെ പേരും പറഞ്ഞ് പിരിച്ചു കൊണ്ടുപോകുന്നത്, ഇനി അങ്ങനെ പിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. ഔക്കാഫ് ഡയറക്ടർ പറയാ, ഇനി പിരിവ് കിട്ടണമെങ്കിൽ, പിരിവിന് സമ്മതം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നിർത്തി ഒന്ന് ഐക്യത്തിലെത്തണം. ബാക്കിയുള്ള സംഘടനാ നേതാക്കളോടൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, അവരൊക്കെ റെഡിയാണ്, നിങ്ങൾ കൂടി ഇതിന് സമ്മതിച്ചാൽ മതി. പിരിവ് മുടങ്ങുന്ന കാര്യമല്ല, വേറെന്ത് മുടങ്ങിയാലും മൂപ്പർക്ക് പിരിവ് മുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അസ്വസ്ഥതയാണ്. കൂട്ടുപ്രാർത്ഥന വേണമെങ്കിൽ ഒഴിവാക്കാം, തറാവീഹ് നിസ്കാരം വേണമെങ്കിൽ എട്ടാക്കാം, ഇനി തീരെ നിസ്കരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, സുന്നത്ത് ജമാഅത്തിനെ തന്നെ ഒഴുക്കി തൂക്കി വിറ്റാലും കുഴപ്പമില്ല, പിരിവ് കിട്ടിയാൽ മതി. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞ പോലെ. പിരിവ് മുടങ്ങുന്നപ്പോ കാന്തപുരം പറഞ്ഞു, ഓക്കെ ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. അങ്ങനെയാണ് നാദിർ നൂരിയുടെ നേതൃത്വത്തിൽ ഒരു 17 കരാർ, 17 സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ 17 കരാർ. നോക്കൂ നിങ്ങൾ, ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് ഒന്നിച്ചു നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ അബ്ദുസ്സമദ് അൽ കാത്തിബ്, തിരൂരങ്ങാടിക്കാരനായ കെ എം മൗലവിയുടെ മകൻ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളായ അബ്ദുറഹ്മാൻ ചെറുവായി, അതുപോലെ തന്നെ എം പി മുഹമ്മദ് സലീം മൗലവി, അതുപോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റു ബിദഈകളുടെ നേതാക്കന്മാരും മൂത്ത ബിദഈയായ ഷെയ്ഖ് നാദിർ നൂരിയും എല്ലാവരും കൂടി ഐക്യത്തിലെത്തിയ സന്തോഷത്തിൽ ഒന്നിച്ചു നിന്ന് പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. ഇവിടെ ബിദഅത്തിന്റെ പേര് പറഞ്ഞ് സമസ്തയെ ഭിന്നിപ്പിച്ചിട്ട് നേരെ കുവൈറ്റിൽ പോയി കാന്തപുരം ചെയ്തത് സുന്നത്ത് ജമാഅത്തിനെ ഒറ്റുകൊടുക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ ഉരുക്കിത്തൂക്കി 4 വെള്ളിക്കാശിനു വേണ്ടി സുന്നത്ത് ജമാഅത്തിനെ ഉരുക്കിത്തൂക്കി വിൽക്കുന്ന ഏർപ്പാട്. 17 സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധം. അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു. പിന്നെ എത്രയോ ഷാർജയിൽ ചെന്നു, ബിദഈ പള്ളിയിൽ ചെന്നപ്പോ തറാവീഹ് 8 റക്അത്ത് നിസ്കരിച്ചു. ഇവിടെയാണെങ്കിലോ തറാവീഹ് 20 തന്നെ നിസ്കരിച്ചോളാം എന്ന് പറയാൻ വേണ്ടി അണ്ണാക്ക് പൊട്ടി പ്രസംഗിക്കുകയും 40-ാം ഖണ്ഡനവും 60-ാം ഖണ്ഡനവും 100-ാം ഖണ്ഡനവും നടത്തുകയും ചെയ്യുന്ന ആളുകളുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഷാർജയിൽ ചെന്നപ്പോ തറാവീഹ് 8 റക്അത്ത് നിസ്കരിച്ചു. നാട്ടിലറിഞ്ഞു, വല്ലാത്ത പ്രശ്നമായി. ഉടനെ മൂപ്പര് വിശദീകരണമായിട്ട് വന്നു, വല്ലാഹി സുമ്മ വല്ലാഹി, നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് 8 റക്അത്ത് നിസ്കരിക്കുന്ന പള്ളിയാണ്. ഉടനെ വരാന്തയിൽ പോയി ബാക്കി 12 നിസ്കരിച്ച് 20 പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ 2-3 വല്ലാഹി. കുട്ടികളെ ഏതായാലും തക്ബീർ എന്ന് സ്വീകരിച്ചു. അന്വേഷിച്ച് നോക്കുമ്പോൾ ആ പള്ളിക്ക് വരാൻ തന്നില്ല. ഇല്ലാത്ത വരാന്തയിലാണ് മൂപ്പര് തറാവി ബാക്കി 20 റക്അത്ത് നിസ്കരിച്ചത് എന്നർത്ഥം. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. പൊന്നാനിയിൽ ഒരു ജാറത്തിന്റെ അടുത്ത് ഒരു മഖാമുമായി അനുബന്ധിച്ച് നടക്കുന്ന ഒരു പള്ളി. ആ പള്ളി ചില അറബികളുടെ സഹകരണത്തോടുകൂടി പുനർനിർമ്മിച്ചു. അതിന്റെ ഉദ്ഘാടനത്തിന് കാന്തപുരം വന്നപ്പോ 5-6 അറബികൾ കൂടെ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോ കൂട്ടുപ്രാർത്ഥനയില്ല. എന്താ കാരണം എന്ന് അന്വേഷിച്ചാൽ എന്താ, വട്ട് കേസാണ്. ഏത് വട്ട്? മറ്റേ വട്ടല്ല, ഒരുപാട് തലയിൽ വട്ടുള്ള അറബികൾ 1-ാം സഫിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ കൂട്ടുപ്രാർത്ഥന നടത്തിയാൽ ഇയാൾ ഖുറാഫിയാണല്ലേ എന്ന അറബികൾ കരുതിയ ആഫീസ് കൂട്ടുമല്ലോ. അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന. മാത്രമല്ല ഇത് മഖാമാണ് എന്ന് എഴുതി വെച്ചത് പോലും പെയിന്റ് അടിച്ച് മഖാമുണ്ട് എന്ന് തിരിച്ചറിയാത്ത വിധം മാറ്റിമറിച്ചാണ് അറബികളെ പള്ളിയിലേക്ക് കൊണ്ടുപോയത്. പത്രങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മർക്കസ് സമ്മേളനങ്ങളിൽ ഇതൊരു നിത്യ സംഭവമാണ്. അറബികൾ പിന്നിലുണ്ടെങ്കിൽ കൂട്ടുപ്രാർത്ഥന ഒഴിവാക്കിയിട്ട് നേരെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒരു സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ ഒരു മയ്യത്ത് നിസ്കാരം. പെട്ടെന്ന് കബർക്ക് പോവാൻ മയ്യത്തിന് തിരക്കുണ്ടായതുകൊണ്ടൊന്നല്ല, കൂട്ടുപ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വട്ട് കേസാണ്. ഒരുപാട് വിധൈകളായ അറബികളുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൂട്ടുപ്രാർത്ഥന ഒഴിവാക്കുക.
ഏറ്റവും അവസാനം കഴിഞ്ഞ മർക്കസ് സമ്മേളനം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന SSFകാരൻ ചിന്തിക്കണം, ഏറ്റവും അവസാനം കഴിഞ്ഞ മർക്കസ് സമ്മേളനം. ഈ 16ങ്ങളിൽ നിന്നൊക്കെ ബസ്സും വണ്ടിയും പിടിച്ചു പോയ SSFകാരാ, നിങ്ങളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആരുടെ പിന്നിൽ നിർത്തിയാ നിസ്കരിച്ചത്? നിങ്ങൾ പറയും മസ്ജിദുൽ ഖിബ്ലത്തൈനിയുടെ ഇമാമാണ്. മസ്ജിദുൽ ഖിബ്ലത്തൈനിയുടെ അല്ല, മസ്ജിദുൽ ഹറാമിലെ തന്നെ ഇമാമായാലും ആള് ബിദഅയാണല്ലോ, ആള് വഹാബിയാണല്ലോ. പക്ക വഹാബിയായ മസ്ജിദുൽ ഖിബ്ലത്തൈനിയുടെ ഇമാമിന്റെ പിന്നിലാണ് മർക്കസ് സമ്മേളനത്തിൽ ഇയാളെ വിശ്വസിച്ചു. ഇതുതന്നെയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് കരുതിപ്പോയ സാധുക്കളായ സുന്നി തീവ്രവാദികളായ SSFകാരെ കാന്തപുരം പിന്നിൽ നിർത്തി നിസ്കരിപ്പിച്ചത്. ബാങ്ക് കൊടുത്തത് വേറൊരു ബിദഅ, പരിപാടിയിൽ പങ്കെടുത്തത് ഒരുപാട് ബിദഅ. ഇങ്ങനെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് ഉരുക്കി തൂക്കി വിൽക്കുന്ന എത്രയോ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. സമസ്തക്കെതിരെ ഉന്നയിച്ച ഒന്നാമത്തെ ആരോപണം ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ ആരോപണം അതോടുകൂടി റദ്ദായിപ്പോയി, അത് ബാത്തിലായി. ഇനി രണ്ടാമത്തെ ആരോപണം എന്തായിരുന്നു? ലീഗ് ബന്ധം. അതൊന്ന് സമയം ശരിയാക്കി വെക്കണം. ലീഗ് ബന്ധമായിരുന്നു രണ്ടാമത്തെ ആരോപണം. സമസ്തക്കെതിരെ ഉന്നയിച്ച രണ്ടാമത്തെ ആരോപണം ലീഗ് ബന്ധായിരുന്നു. യഥാർത്ഥത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആജന്മ ലീഗ് വിരോധിയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ ഇതൊരു മതസംഘടനയല്ലേ, ഇതും ഒരു ഇസ്ലാമിക സംഘടനയല്ലേ, അയാളെയും കൂടെ കൂട്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ എന്താണ് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇദ്ദേഹത്തിന്റെ നിലപാടോ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ചരിത്രമോ അറിയാത്തതുകൊണ്ടാണ്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ഇക്കാര്യം ശ്രദ്ധിച്ചോളൂ, കാന്തപുരത്തിന്റെ എക്കാലത്തെയും നിലപാട് വളരെ ശക്തമായ ലീഗ് വിരുദ്ധ നിലപാടായിരുന്നു. ഈ സമുദായത്തിന്റെ രാഷ്ട്രീയ സംഘശക്തിയെ തകർക്കണം. അതിനുവേണ്ടിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എല്ലാ കാലത്തും മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഈ ലീഗ് വിരുദ്ധ നിലപാടിനെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് പാർലമെന്റ് ഇലക്ഷനാണ് വരുന്നത്. പൊന്നാനിയിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനെ പരാജയപ്പെടുത്തണം. മഹബൂബെ മില്ലത്ത് സേട്ട് സാഹിബ് പൊന്നാനിയിൽ മത്സരിക്കുന്നു. സേട്ടു സാഹിബിനെ പരാജയപ്പെടുത്തണം, ലീഗിനെ പരാജയപ്പെടുത്തണം. അതിനെന്താ വഴി? നല്ല പണ്ഡിത വേഷധാരിയാണ് ആള്. ആത്മീയമായ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകളോട് പറയണം, ലീഗിന് വോട്ട് ചെയ്താൽ നരകത്തിൽ പോകും, ലീഗിന്റെ കോണി നരകത്തിലേക്കുള്ള കോണിയാണ് എന്നൊക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോ മഹാനായ ശംസുൽ ഉലമ പറയുകയാണ്, ഒരു കൈയിൽ സ്വർഗം, മറുകൈയിൽ നരകം, തലയിൽ ഹൗദുൽ കൗസർ. ദജ്ജാലിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ശംസുലമ പറയുകയാണ്, ഒരു കൈയിൽ സ്വർഗം, മറുകൈയിൽ നരകം, തലയിൽ ഹൗദുൽ കൗസറുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ ഊരി ചുറ്റുകയാണ്. എന്താണ് അയാൾ പറയുന്നത്? ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, ലീഗിന് വോട്ട് ചെയ്യരുത്, ലീഗിന് വോട്ട് ചെയ്തു പോകുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങളാരും ലീഗിന് വോട്ട് ചെയ്യരുത്, ലീഗിന് വോട്ട് ചെയ്താൽ ഹൗദുൽ കൗസർ എന്റെ തലയിലാണ്, ഒരു തുള്ളി പോലും തരൂല കേട്ടോ. ഇതും പറഞ്ഞിങ്ങനെ വലത് കൈയിൽ സ്വർഗവും ഇടത് കൈയിൽ നരകവും തലയിൽ ഹൗദുൽ കൗസറുമായി കാന്തപുരം ഇങ്ങനെ ഊരി ചുറ്റുക. ശൈഖുന പറയട്ടെ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇബ്രാഹിം സുലൈമാന്റെ കൂലപ്പം തോൽപ്പിക്കണം. എന്നിട്ട് വരുന്ന ഇലക്ഷനിൽ എനിക്ക് MP ആവും. അതിനെന്ത് ചെയ്തു വെച്ചാൽ, പാർലമെന്റ് ഇലക്ഷൻ മലപ്പുറം ജില്ലയിൽ ആ പൊന്നാനിയെയും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസിന്റെ കൂടാ, അല്ലെങ്കിൽ പിന്നെ സാധിക്കൂല. ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ ഹൗദുൽ കൗസറും. എന്നിട്ട് 4 മുഴുവൻ കൂലി ചുറ്റിയിട്ട് എന്ത് പറഞ്ഞു? ലീഗിനെ തറവറ്റിക്കണം.
മുസ്ലിം ലീഗ് അതിന് തറപറ്റിക്കണം. മുസ്ലിം ലീഗിന് തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിൽ വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ലീഗിന് വോട്ട് ചെയ്ത് പോയാൽ അതൊരു സ്വതന്ത്രന്റെ നിലയിലാണ് ഞാൻ വരില്ല. എന്താണ് മട്ടം? ഇതിന്റെ മട്ടം ഇതിന്റെ മട്ടം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിന് പല അത്ഭുതങ്ങളെന്നാണ് ജനം പറയുന്നത്. 6ാമത്തെ അത്ഭുതമാണ് ലോകത്തിൽ. എന്താണ് ഇതിനപ്പുള്ളത്? എന്നിട്ട് ഇപ്പൊ അങ്ങനെ ഹൗദുൽ കൗസറായി തൊഴിലങ്ങനെ നടക്കാപ്പോ ഇപ്പൊ ഇങ്ങനെ ഹൗദുൽ കൗസറായിട്ട് വയന്നങ്ങനെ നടക്കരുത്. ഹൗദുൽ കൗസറായിട്ട് ഇങ്ങനെ വയന്ന് നടക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ രാഷ്ട്രീയം പറയല്ല സമസ്തയുടെ വേദിയിൽ. നേരെ മറിച്ച് ഇങ്ങനെ ആജന്മ ശത്രുത ലീഗിനോട് വെച്ചു പുലർത്തിയിരുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ലീഗിന്റെ പേര് പറഞ്ഞ് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച കാന്തപുരം, അതേ കാന്തപുരത്തെ കൊണ്ട് ആ ലീഗിന് ഓശാന പാടിപ്പിച്ചു പടച്ചറപ്പ്. ഇത്രമേൽ ആജന്മ ശത്രുത വെച്ചു പുലർത്തിയ ലീഗിന്റെ പേര് പറഞ്ഞ് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ലീഗിന്റെ സ്വന്തം ആളായി അയാളുടെ വായ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിച്ചല്ലോ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മുസ്ലിം ലീഗിന് ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ 24 മത്സരിച്ചു, 20 വിജയിച്ചു. അപ്പൊ റിപ്പോർട്ടർ ചാനലിലെ വേണു ബാലകൃഷ്ണൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചു, ലീഗ് 24 മത്സരിച്ചു, 20 വിജയിച്ചു, എത്ര സീറ്റിൽ കാന്തപുരത്തിന്റെ ശക്തി കൊണ്ട് ലീഗ് വിജയിച്ചിട്ടുണ്ട്? വേണൊന്ന് മൂച്ചിമ കയറ്റാന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. മൂപ്പര മറുപടി എന്താ? മുഴുവൻ സീറ്റിലും ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് ലീഗ് വിജയിച്ചത്. ഞങ്ങളുടെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ 2 സീറ്റ് ഞങ്ങളെങ്ങാനും പരസ്യമായി എതിർത്തിരുന്നെങ്കിൽ 2 or 3 സീറ്റ് കാന്തപുരം പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. 24 സീറ്റിൽ മത്സരിച്ചു, 20 ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാണ് ലീഗ്? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ചത്. ഞങ്ങളുടെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1 or 2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി നിങ്ങളത് എതിർത്തിരുന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും. 2 or 3 സീറ്റ് എന്ന് പറഞ്ഞപ്പോ വേണു ബാലകൃഷ്ണന്റെ അത്ഭുതം. വേണു ബാലകൃഷ്ണന്റെ അത്ഭുതം. അയാൾ സമസ്തക്കാരൻ പറഞ്ഞല്ല, എന്നാലും ഓരോ വാർഡിൽ ഓരോ നാട്ടിൽ ഇവരെത്ര ഉണ്ട് എന്ന് കൃത്യമായിട്ട് വേണുവിനെ അറിയാം. വേണുവിന് അത്ഭുതം. വേണു ചോദിക്കാം, ആകെ 2 സീറ്റോ? അത് മൂപ്പരാതെ ആകെ 2 സീറ്റ്. അത് വേണു ചോദിക്കാം, അപ്പൊ UDF ഭരണത്തിലേറ്റത് നിങ്ങളാ? അതെ, ഞങ്ങൾ തന്നെ. മാത്രമല്ല, ഓരോരോ 5 കൊല്ലം വരുമ്പോഴും മാറി മാറി വരുന്ന മുന്നണികളെ മുഴുവൻ ഭരണത്തിലേറ്റുന്നതും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളാണ്. പറയട്ടെ, ഒരു പ്രതീക്ഷയിലില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2 or 3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു, ഉറപ്പ്. ഞാനീ പറയുന്നത് UDF കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെന്നോട് ചോദിക്കുന്നത്? അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരം. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും കഴിയില്ല. നോക്കൂ, നിങ്ങൾ ഒരു കിബറും ഇല്ലാതെയാണ് മൂപ്പര് പറയുന്നത്. ഒരു കിബറും ഇല്ലല്ലോ. ഈ 8 മമ്മൂനെ 8 മമ്മൂനെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അതിന്റെ വിശ്വരൂപമാണ് നമ്മളിപ്പോ കണ്ടത്. അട്ടം താങ്ങുന്ന പല്ലിയെ പോലെ ഓരോ മുന്നണിയും അധികാരത്തിൽ വരുമ്പോ അതൊക്കെ അങ്ങോട്ട് ഏറ്റെടുക്കുക. അത്രമേൽ നിന്ദ്യമായ രാഷ്ട്രീയ നിലപാടായിരുന്നല്ലോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ചത്. ഈ ഫുട്ബോൾ ലോകകപ്പൊക്കെ വരുമ്പോ ഒരു രസകരമായ മെസ്സേജ് SMS നമ്മുടെയൊക്കെ ഫോണിൽ വരാറുണ്ട്. ആരാ ഫുട്ബോളിൽ ജയിക്കുക? മുജാഹിദ് ഔദ്യോഗിക വിഭാഗം പറയും ജർമ്മനി ജയിക്കും. മടവൂരി വിഭാഗം പറയുന്നു അല്ല, ഫ്രാൻസാ ജയിക്കുക.
ജിന്നൂരുകൾ പറയുന്നു അല്ല ബ്രസീല ജയിക്കാം. കാന്തപുരം എന്താ പറയുന്നത്? ഇൻഷാ അല്ലാഹ് ഫൈനൽ കഴിഞ്ഞിട്ട് പറയാം. ആരാ ജയിക്കാന്ന് ഫൈനൽ കഴിഞ്ഞിട്ട് പറയാം. ഇതായിരുന്നല്ലോ കാന്തപുരം എപ്പോഴും സ്വീകരിച്ച നിലപാട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആർക്കാ പിന്തുണ എന്ന് തുറന്നു പറയാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരാണോ ജയിച്ചത് അവരുടെ മൂട് താങ്ങുന്ന, അവരെ വിജയിപ്പിച്ചത് ഞങ്ങളാണെന്ന് പറയുന്ന നാണന്റെ ഏർപ്പാട്. ഇത് ലീഗിന്റെ കാര്യത്തിൽ മാത്രമാണോ? ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ ആ രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ അടുക്കള കയറി നിരങ്ങുന്ന കാന്തപുരത്തെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നമ്മൾ രാഷ്ട്രീയം പറയല്ല, നേരെ മറിച്ച് രാഷ്ട്രീയ ബന്ധം ആരോപിച്ച് സമസ്ത എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ച കാന്തപുരം എന്ന് പറയുന്ന ഈ സമുദായ ശത്രു എത്തിപ്പെട്ടിട്ടുള്ള ഗതികേടാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെ രാഷ്ട്രീയക്കാരുണ്ട് അവരൊക്കെ മൂട് താങ്ങാം. അടുത്ത കാലം വരെ കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ തോഴൻ ആരായിരുന്നു? സാക്ഷാൽ സഖാവ് ടി.കെ. ഹംസ. ആരാ ഹംസാക്ക? പേരൊക്കെ നല്ല പേരാണ്. ഹംസത്തുൽ കറാറിന്റെ പേരാ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇസ്ലാമിക ശരീഅത്തിനെ കൊന്നു കുഴിച്ചുകൂടാൻ EMS-നൊപ്പം, E.K. നായനാരോടൊപ്പം, E.K. ഇമ്മിച്ചുമാളയോടൊപ്പം, ആര്യാടൻ മുഹമ്മദിനോടൊപ്പം, O. രാജഗോപാലിനോടൊപ്പം, KG മാരോടൊപ്പം, LK അഡ്വാനിയോടൊപ്പം, സംഘപരിവാര നേതാക്കളോടൊപ്പം ഇസ്ലാമിക ശരീഅത്തിനെ കുഴിച്ചുകൂടാൻ കേരളമാസകലം തലകുത്തി മറിഞ്ഞ് പരിശ്രമിച്ച ആളാണ് സഖാവ് ടി.കെ. ഹംസ. പേരിനപ്പുറം ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആളാണ് നമുക്കറിയാം. ഒരിക്കൽ കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ MLA-മാർ റമളാൻ മാസം സ്പീക്കറോട് പറഞ്ഞു, റമളാനാണ്, നോമ്പാണ്, അതുകൊണ്ട് സാർ ഉച്ചക്ക് തന്നെ സഭ ഒന്ന് പിരിച്ചുവിടണം. ഇത് കേട്ടപ്പോ ലോനപ്പൻ നമ്പാടൻ മരിച്ചുപോയി. ലോനപ്പൻ നമ്പാടൻ മാഷിനൊരു സംശയം, എന്താ ലീഗുകാർക്ക് മാത്രമേ പ്രത്യേകിച്ചൊരു നയമ്പ്? അതിന് സംശയം ഉണ്ടാകാൻ കാരണമുണ്ട്. MLA ഹോസ്റ്റലിൽ ലോനപ്പൻ നമ്പാടനും ടി.കെ. ഹംസയും ചായയും പുട്ടും കഴിച്ചിട്ടാ വരുന്നത്. അപ്പൊ ലോനപ്പൻ നമ്പാടന് സംശയം, ലീഗുകാർക്ക് മാത്രം ഒരു നയമ്പ്, ഹംസക്കില്ലാത്തൊരു നയമ്പ് ലീഗുകാർക്ക്. ലോനപ്പൻ നിഷ്കളങ്കനായതുകൊണ്ട് ഉടനെ എഴുന്നേറ്റ് സ്പീക്കറോട് പറഞ്ഞു, സർ ലീഗ് MLA-മാര് കളവ് പറയാണ്, അങ്ങനെ ഒരു നയമ്പൊന്നുമില്ല, ഞാനും ഹംസ ഇപ്പോ ചായയും പുട്ടും കഴിച്ചാണ് വരുന്നത്. അപ്പൊ ഹംസ ലോനപ്പൻ നമ്പാടൻ മാഷിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പൊ ലോനപ്പൻ നമ്പാടന് മനസ്സിലായി എന്തോ ഒരു അപകടമുണ്ട്. അപ്പൊ മൂപ്പരുടനെ തിരുത്തി പറഞ്ഞു, അല്ല തെറ്റ് പറ്റിയതാണ്, പുട്ട് ഞാനാണ് കഴിച്ചത്, ടി.കെ. ഹംസ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇതാണ് ടി.കെ. ഹംസന്റെ കഥ. ഈ ടി.കെ. ഹംസയായിരുന്നു ഈ അടുത്ത കാലം വരെ ഇയാളുടെ ഉറ്റതോടെ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഹംസാക്ക പറഞ്ഞ നമ്മൾ കേട്ടല്ലോ. ഈ ഹംസാക്ക എന്താ പറഞ്ഞത്? ഞാനൊരു AP സുന്നിയാണ്. എങ്ങനെയുണ്ട്? അതൊന്ന് കേൾക്കാവുന്നത് ഹംസാക്ക പറയുന്നു കേട്ടോളൂ. കൊടിയുയർത്തി മലപ്പുറത്ത് ടി.കെ. ഹംസ നാടകീയമായി പ്രഖ്യാപിച്ചത് താനൊരു കാന്തപുരം സുന്നിക്കാരനെന്നാണ്. പിണറായി അടക്കം പല CPM നേതാക്കൾക്കും കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പം മാത്രമല്ല, ഞാനൊരു AP സുന്നിയാണ്. അതിന് മനസ്സിലായില്ല. ഞാനൊരു സുന്നിയാണ്, ആ ബന്ധമാണ് അവിടെയുള്ളത്. എന്നാൽ അവിടെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എന്നെക്കാൾ ബന്ധമുള്ള നേതാക്കന്മാരുണ്ട്. സഖാവ് പിണറായി വിജയൻ വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. മലപ്പുറം മണ്ഡലത്തിലും തൊട്ടടുത്ത അടുത്തടുത്ത്. അപ്പോ ഞാനൊരു AP സുന്നിയാണ്. പത്രക്കാർക്ക് അത്ഭുതം, നിങ്ങളോ? ഞാനൊരു AP സുന്നിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? എന്താ സാധു പ്രശ്നം? എന്താ? മലപ്പുറത്താണ് മത്സരിച്ചത്, 1,00,000 വോട്ട് ഞങ്ങൾ പിടിച്ചതാണ് കാന്തപുരം പറഞ്ഞു. ഈ വേഷവും ഈ കാട്ടിക്കൂട്ടലും ഈ ഒച്ചപ്പാടൊക്കെ കണ്ടപ്പോ സാധു വിചാരിച്ച എന്തൊക്കെ ഉണ്ട് മൂപ്പരെ കയ്യിലിതാ. പക്ഷേ വളരെ കൃത്യമായി അയാളെ തിരിച്ചറിഞ്ഞപ്പോൾ അവസാനം മുടിക്കും സനദില്ല, സ്വന്തം ഇൽമിനും സനദില്ല, സംഘടനക്കും സനദില്ലാതെ ഇങ്ങനെ നട്ടം കറങ്ങുമ്പോ ഒരു നല്ല സനത് കൊടുത്തിട്ട് മൂപ്പര് സലാം ചൊല്ലി പിരിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല നൃത്തം, ഇത് കൗമുൻ ജാഹിലൂനാണ്, ഞാൻ പോവാന്ന് പറഞ്ഞ മൂപ്പര് പോയി. പിന്നെ ആരാ ഇപ്പൊ പുതിയ സുഹൃത്താരാ? പുതിയ സുഹൃത്താരാ? നമ്മുടെ കരണ്ട് മന്ത്രി, KCB-യുടെ KSRTC-യുടെ ഒക്കെ മന്ത്രി, 2 വകുപ്പ് പോലെ ആര്? ആര്യാടൻ. അത്ര പറഞ്ഞാൽ മതി, അതിന്റെ അപ്പുറം പറയണ്ട. ആ പേര് വെറുതെ മോശാക്കണ്ടല്ലോ. ആര്യാടനാണിപ്പോ വലിയ തോഴൻ.
നമ്മളിപ്പോ എന്ത് ചോദിച്ചാലും അതിനുള്ള ആകെ മറുപടി എന്താ? ആര്യാടൻ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുടിക്ക് സനതുണ്ടോ മുസ്ലിയാരെ? അടുത്ത മറുപടി ആര്യാടൻ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുടി എവിടുന്നാ കൊണ്ടുവന്നത് പോയാല് മറുപടി എന്താ? ആര്യാടൻ ഉസ്താദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ഷെയ്ഖ് ആരാണ്? ആര്യാടനാണ്. ആര്യാടൻ അങ്ങനെ പറഞ്ഞതും ഇങ്ങനെ പറഞ്ഞതും ആര്യാടൻ ഉസ്താദിനെ മധുവർണ്ണൊക്കെ കാണിച്ചിട്ടാണ് ഇവർ കാര്യമായിട്ട് ഇപ്പൊ പ്രസംഗിക്കുന്നത്. എന്നാൽ ആര്യാടൻ ആരെക്കുറിച്ചാണ് എന്താണ് പറയാത്തത്? ഉസ്താദിനെ കുറിച്ച് ഉസ്താദ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഉസ്താദ് വലിയ സംഭവമാണെന്നൊക്കെ ആര്യാടൻ പറയുമ്പോ അണ്ണാക്ക് പൊട്ടി തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്ന SSFകാരാ ഇതേ ആര്യാടൻ സാക്ഷാൽ മാതാ അമൃതാനന്ദമയിയുടെ അമ്മയുടെ വേദിയിലെത്തിയാൽ ആര്യാടൻ എന്തായിരിക്കും പറയാ? അതൊന്ന് കേൾക്ക്. അമ്മക്ക് തുല്യമായി അമ്മ മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട. അമ്മക്ക് തുല്യരായി ഒരാളെ കാണാൻ സാധിക്കില്ല. ജാതിയില്ല, മതമില്ല എന്ന് മാത്രമല്ല, ദേശങ്ങളില്ല, രാജ്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരാധിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ സംശയവും വേണ്ട. അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആത്മീയതയിൽ അധിഷ്ഠിതമായി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പരിപാടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹൽ വ്യക്തിയുണ്ടെങ്കിൽ അതമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ പോലും അവിടെ എത്തൂരാ കേട്ടോ. വേണ്ട. ഇത് നമുക്കെല്ലാവർക്കും ഏത് കാലത്തേക്കും നമുക്കെല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ നമുക്ക് ദർശനവും അമ്മയിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അമ്മയെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഞാൻ പറയട്ടെ, അമ്മയെ സംബന്ധിച്ചോടും അമ്മ നമുക്കെന്നും മാതൃകയായിരിക്കും. അമ്മക്ക് മരണമെന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. അക്കാര്യത്തിൽ സംശയം വേണ്ട. അമ്മ കാണിച്ച മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. ആ മാർഗമാണ് ഇന്ന് ലോകത്ത് ശാന്തിയും സമാധാനവും കൈവരിക്കാനുള്ള ഏക മാർഗം എന്നതിന് സംശയവുമില്ല. അമ്മക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. ഒരിക്കലും മരിക്കാത്ത അമ്മക്ക് ദീർഘായുസുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തിട്ട് മൂപ്പര് പ്രസംഗം നിർത്തി. കണ്ടോ, അമ്മ കാണിച്ച വഴിയാണ് സിറാത്തുൽ മുസ്തഖീം എന്നാ മൂപ്പര് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആര്യാടൻ എന്ന് പറഞ്ഞാൽ മതി, അതിനപ്പുറം പറയണ്ട. ആരായി ആര്യാടൻ ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റിയ ഒരാൾ പറയട്ടെ. പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി അദ്ദേഹം പറഞ്ഞോട്ടെ ആരാ ആര്യാടൻ. ആര്യാടൻ ജീവിതത്തിൽ ഇന്ന് വരെ നിസ്കരിച്ചിട്ടുണ്ടോ? ആര്യാടൻ ജീവിതത്തിൽ ഇന്ന് വരെ നോമ്പ് പിടിച്ചിട്ടുണ്ടോ? ആര്യാടൻ ജീവിതത്തിൽ ഇന്ന് വരെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ആര്യാടൻ ജീവിതത്തിൽ ഇന്ന് വരെ അമ്മ എന്ന് തെറ്റിദ്ധാരം ഉച്ചരിച്ചിട്ടുണ്ടോ? ആര്യാടൻ ജീവിതത്തിൽ ഇന്ന് വരെ മഹാനായ വിശ്വവിമോചകൻ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ, ലോകത്തെ മുഴുവൻ മർദ്ദിതരുടെയും പീഡിതരുടെയും വിമോചകനായ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് ഇന്ന് വരെ തെറ്റാറും ഉച്ചരിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ഫലാത്തിനല്ല ആര്യാടനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആര്യാടൻ പിന്നെ എന്താ പറയുന്നത്? ആര്യാടൻ ആരുടെ പ്രതിനിധിയാണോ? ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? കോൺഗ്രസിന് വേണ്ടിയാണെങ്കിൽ ആളുകൾ പറയട്ടെ, മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണെങ്കിൽ അത് ഞങ്ങളൊക്കെ പറഞ്ഞോളാം. താൻ തന്നെ പണി നോക്കി വെറുതെ ഇരിക്കൂ എന്നാണ് ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത്. അത്യാവശ്യമായല്ലോ. ഇനി ആയില്ലെങ്കിൽ സഖ്യകക്ഷി എന്നുള്ള നിലയിൽ KM ഷാജിയും കൂടി ഒന്ന് പറഞ്ഞോട്ടെ, അതും കൂടി കേൾക്കുക.
മാന്യമായി സംസാരിക്കും, മാന്യമായ ഇടപെടലുകൾ നടത്തും. അതിന് ആരും ഈ വിഭാഗം തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നു പറഞ്ഞപ്പോ മലപ്പുറത്തെ നരമ്പ് രോഗിയായ ഒരു കടൽ ചെലവിന് പിന്നെയും പ്രശ്നം. കേരള രാഷ്ട്രീയത്തിലെ ഈ നരമ്പ് രോഗിയായ കടൽ ചെലവിനെ സഹിക്കുന്നതിന് കണക്കില്ലേ? ഇയാൾക്ക് നല്ല റവന്യൂ വകുപ്പ് കിട്ടാത്തത്, ഇയാൾക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടാത്തതിന് നിങ്ങൾ പോയിട്ട് ഉമ്മൻചാണ്ടിനെ ചൊറിയതോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ചൊറി? അത് ലീഗിന്റെ മേക്കിട്ട് ചൊറിഞ്ഞിട്ടല്ല ഇയാളുടെ നരമ്പ് രോഗം മാറ്റേണ്ടത്. അത് വെറും നരമ്പ് രോഗമല്ല, പലജാതി നരമ്പ് രോഗമുണ്ട്. ഒരുമാതിരി കേസം ലീഗിന്റെ മേക്കിട്ട് കയറിയാൽ എല്ലാ കുന്നും മാന്തി പുറത്തോട്ടും ലീഗ് രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കിക്കോളാണ്. അപ്പൊ മനസ്സിലായല്ല ഷാജിന്റെ അസുഖം എന്താണ്? സരിത പറഞ്ഞ പേരുകളിൽ ഒരു പേര് ആര്യാടന്റെതാ, പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ കാന്തപുരത്തിന് പറ്റിയ ഷെയ്ഖ് തന്നെയാണ് എന്നർത്ഥം. വിശദമായിട്ട് പറയുന്നില്ല. അപ്പോ ഇതാണ് ആര്യാടന്റെ അവസ്ഥ. അതൊക്കെ സഹിക്കാമായിരുന്നു സാക്ഷാൽ നരേന്ദ്രമോദിയെപ്പോലും ന്യായീകരിക്കാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ എന്ന് പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് മടിയുണ്ടായില്ല. അങ്ങനെയാണല്ലോ പറയുന്നത്. ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ, ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ അരീക്കോട് അങ്ങാടിയിലെ ഒരു അനൗൺസ്മെന്റ് എന്താ? ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ സുൽത്താനുൽ ഉലമാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അനൗൺസ്മെന്റ്. അപ്പൊ ചായപ്പൊടി ചായ കുടിക്കുന്ന ഒരു വയസ്സായ കാക്ക, ആ കാക്ക പുറത്തിറങ്ങിയിട്ട് കൈകൊട്ടി വിളിച്ചോടെ നിൽക്കും മോനെ. എന്റെ അനൗൺസർ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ ആ 20 കോടി എന്നെ അങ്ങോട്ട് ഒഴിവാക്കി കളയുന്നു, എന്നെ ഒഴിവാക്കി കളയും. അങ്ങനെയാണ് വലിയ വലിയ അവകാശവാദാണ്. ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങളുടെ അനിഷേധ്യനായ നേതാവ് എന്നൊക്കെ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചുരുങ്ങിയത് നരേന്ദ്രമോദിയുടെ വിഷയത്തിൽ എവിടെയാണ് നിൽക്കേണ്ടത്? നമ്മളൊന്നും വേണ്ട, 20 കോടി മുസ്ലിങ്ങളെ പോട്ടെ, സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ പൗരനോട് നരേന്ദ്രമോദിയെ നിങ്ങൾ അംഗീകരിക്കുമെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി അയാൾ പറയും എനിക്ക് നരേന്ദ്രമോദി അംഗീകരിക്കാൻ പറ്റൂല. അയാൾ മുസ്ലിം ആവണമെന്നില്ല, അയാൾ മുസ്ലിം ആവണം എന്നില്ല. സാധാരണ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വമൊക്കെ നിലനിൽക്കണം, ഈ സമാധാനമൊക്കെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പറയും എനിക്ക് നരേന്ദ്രമോദി അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദി ആരാണ് നമുക്കറിയാം. 2002 ഗുജറാത്ത് വംശഹത്യക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത നരാധമനായ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കുപ്പായം തുന്നിവെച്ച് കാത്തിരിക്കുന്നതിന്റെ സൂചനയായിരുന്നു മുസഫർ നഗറിൽ നമ്മൾ കണ്ടത്. മുസഫർ നഗറിൽ അതാണല്ലോ കണ്ടത്. ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലയേറ്റെടുത്ത തൊട്ടുടനെയാണ് മുസഫർ നഗറിലെ നിരപരാധരായ മുസ്ലിങ്ങൾക്ക് നേരെ ക്രൂരമായ വംശഹത്യ ഉണ്ടായത്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന് UPയിലെ മുസഫർ നഗറാണെങ്കിൽ, ഗുജറാത്തിലൊരു ഗോത്രയാണെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഇന്ത്യാകമാനം മുസഫർ നഗറുകളും ഗോത്രകളും ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പാണ് സംഘപരിവാർ നൽകിയത്. ആ നരേന്ദ്രമോദി അംഗീകരിക്കാൻ പറ്റൂല, ഉറപ്പല്ലേ? എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ വലിയ അവകാശവാദങ്ങളൊക്കെ നടത്തുന്ന ഇയാളോട് നരേന്ദ്രമോദി അംഗീകരിക്കോ ഇല്ല എന്ന് വെച്ചാൽ ഇയാളെ മറുപടി എന്താ? ഞങ്ങൾ വ്യക്തികളെ നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കാറുള്ളത്. നല്ല റോഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ, നല്ല എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നാൽ, നല്ല വികസനം കൊണ്ടുവന്നാൽ, കൃഷിയൊക്കെ വികസിപ്പിച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ നരേന്ദ്രമോദിയെയും അംഗീകരിച്ചു കൊള്ളാം. വെറുതെ പറയുന്നതാണോ? കേരള ശബ്ദത്തിന് ഇയാൾ കൊടുത്ത അഭിമുഖത്തിൽ വളരെ കൃത്യമായി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ടും നരേന്ദ്രമോദിയെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഇയാൾ കൊടുത്ത അഭിമുഖം ചാനൽ വാർത്ത നിങ്ങളൊന്ന് കേൾക്കും. ഈ ലക്കം പുറത്തിറങ്ങിയ കേരള ശബ്ദം വാരികയിലാണ് കാന്തപുരത്തിന്റെ വിവാദമാകാൻ സാധ്യതയുള്ള പരാമർശം. മോഡിയെ അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തിയല്ല പ്രവർത്തനങ്ങളാണ് അംഗീകരിക്കുകയും അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതെന്നാണ് അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി. തുടർന്ന് റോഡ് നന്നാക്കുന്നവരെയും കൃഷി നടത്തുന്നവരെയും അംഗീകരിക്കും, അതിൽ മോഡി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും എന്ന് വിശദീകരിക്കുന്നു. നേരത്തെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും AP അബ്ദുള്ളക്കുട്ടി MLAയും മോഡിയുടെ വികസന മാതൃക പുകഴ്ത്തി രംഗത്ത് വന്നത് ഏറെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു.
എന്നാൽ പ്രസ്താവന നടത്തിയവരുടെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറഞ്ഞ് വിവാദത്തിൽ നിന്ന് പിന്മാറാനാണ് അതാത് പാർട്ടികൾ ശ്രമിച്ചത്. കാന്തപുരമാവട്ടെ വ്യക്തിപരമല്ല, സംഘടനയുടെ തന്നെ നിലപാടെന്ന നിലക്കാണ് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ബി.ജെ.പി. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചതിനു ശേഷം ഇതാദ്യമായാണ് മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അഭിപ്രായമുയരുന്നത്. പൊതുവെ എക്കാലത്തും ഭരണകൂട അനുകൂല സമീപനം സ്വീകരിക്കുന്നവരാണ് എ.പി. വിഭാഗമെന്നാണ് ഇതര മതസംഘടനകളുടെ വിലയിരുത്തൽ. എന്നാൽ കാന്തപുരത്തിന്റെ പരാമർശത്തോട് സംഘടനയിലെ നേതാക്കളിലും അണികളിലും ഒരു വിഭാഗത്തിന് ശക്തമായ വിയോജിപ്പുണ്ട്. വിവാദ മുടിയുടെ കാര്യത്തിൽ തന്നെ സംഘടന പ്രതിരോധത്തിലാണെന്നിരിക്കെ മോഡി വിവാദം ഒഴിവാക്കാമായിരുന്നെന്നാണ് ഇവരുടെ അഭിപ്രായം. നജാത്തുള്ള, മീഡിയ 1, കോഴിക്കോട്. നോക്കൂ നിങ്ങൾ, നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് മോഡിയെ ന്യായീകരിക്കാൻ കാന്തപുരം 5 കോടി രൂപ അച്ചാരം പറ്റിയിരുന്നു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉത്തരവാദിത്വം രജിസത്തിൽ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളവരിവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വളരെ വ്യക്തമായി നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുമായി കാന്തപുരം രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് സമസ്ത കാലങ്ങളായി പറയുന്നത്, ഇയാൾ വെറും സമസ്തയുടെ ശത്രു മാത്രമല്ല, ഇയാൾ സമുദായത്തിന്റെ ശത്രുവാണ്, ഇയാൾ ഇസ്ലാമിന്റെ ശത്രുവാണ്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാനും അവരെ ആത്മീയമായി ശങ്കിക്കാൻ ഇസ്ലാമിക ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അച്ചാരം പറ്റി അവരുടെ കയ്യിലെ കളിപ്പാവയായി അവരുടെ ചരടുവലികൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നയാളാണ് കാന്തപുരമെന്ന് സമസ്ത പറഞ്ഞ് വെറുതെ അല്ല, ഒന്നും കാണാതെയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. എപ്പോഴും സമുദായത്തിന്റെ പൊതുവായ വികാരത്തിനെതിരായി നിൽക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. ഞാൻ മുടിയിലേക്ക് വരിക, ഇക്കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ആദ്യം ഒന്ന് തുടക്കത്തിൽ ഇത് പറയാൻ കാരണം ആരായി മുടി കൊണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാണല്ലോ. എന്നിട്ടല്ല ആ മുടിയെ കുറിച്ചുള്ള കാര്യം. കാന്തപുരത്തിന്റെ എപ്പോഴും നിലപാടെന്താ? സമുദായത്തിന്റെ താല്പര്യത്തിനെതിരായി നിൽക്കാം. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണല്ലോ വിവാഹപ്രായ വിവാദകാലത്ത് നമ്മൾ കണ്ടത്. 18 വയസ്സിൽ തന്നെ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചുകൊള്ളണം എന്ന ഇരുമ്പൊലക്ക പോലത്തെ നിയമം ഒന്ന് മാറ്റി മുസ്ലിം യുവതികളുടെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഹാരം കാണണം എന്ന് സമസ്തയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ മുഴുവൻ കോഴിക്കോട് യോഗം കൂടി ഒരു തീരുമാനമെടുത്തു. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി പത്രക്കാരെ കണ്ടപ്പോ പലരും മാറ്റി പറഞ്ഞു, അത് നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴനാര് പോലില്ലാത്തതിന്റെ കുഴപ്പമാണ്. അത് പോട്ടെ, എന്നാലും എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനമെടുത്തല്ലോ. എല്ലാവരും ഒന്നിച്ചൊരു തീരുമാനമെടുക്കുമ്പോ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരതാ കോന്ത്രം വല്ലുപോലെ തെറിച്ചു നിന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, മുസ്ലിം സംഘടനകളുടെ തീരുമാനം ശരിയായില്ല, അത് മുസ്ലിം സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മുസ്ലിം സംഘടനകളുടെ തീരുമാനം ഇസ്ലാമിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ശ്രദ്ധിച്ചോ, കാന്തപുരത്തിന്റെ തനിനിറം മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. കേവലം 3 മാസങ്ങൾക്ക് മുമ്പ് ഈ വിവാദങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് മുഴുവൻ മുസ്ലിം പെൺകുട്ടികളെയും അവർ വഴിതെറ്റാതിരിക്കാൻ 16-ാം വയസ്സിൽ തന്നെ കെട്ടിച്ചയച്ചു കൊള്ളണം എന്ന് ഫത്വ കൊടുത്ത ആളാണ് കാന്തപുരം. എങ്ങനെ? സമസ്ത പറഞ്ഞത് 16 തന്നെ കെട്ടിക്കണം എന്നല്ല, 18 ആവാൻ കാത്തിരിക്കരുത് എന്നല്ല. ഇനി 81-ാം വയസ്സ് കെട്ടിച്ചാലും സമസ്തക്ക് പ്രശ്നമില്ല. ഇനി തീരെ കെട്ടിച്ചില്ല, സമസ്തക്ക് പരാതിയില്ല. 18 തന്നെ കെട്ടിക്കണം, 18 കഴിഞ്ഞിട്ട് കെട്ടിക്കാവുന്ന സമസ്ത പറയുന്നത്. പക്ഷേ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അതിന് മുമ്പേ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നാൽ അതിന് നിയമം ഒരു തടസ്സമാവാൻ പാടില്ല എന്നേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ. ആ തീരുമാനം സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ കാന്തപുരം ആ തീരുമാനം, ആ പ്രഖ്യാപനം നടത്തുന്നതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് കാന്തപുരം നടത്തിയ വാർത്താ സമ്മേളനം കേട്ടോളൂ. അയാൾ എന്താ പറയുന്നത്? നമ്മുടെ പെൺകുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ 16 വയസ്സിൽ തന്നെ പിടിച്ചു കെട്ടിച്ചുകൊള്ളണം. പെൺകുട്ടികളെ വഴിപിടിക്കാതിരിക്കാൻ വിവാഹപ്രായം 16 കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇത് ശൈശവ വിവാഹമായി കാണാനാവില്ല. എല്ലാ മതങ്ങൾക്കും ഈ നിർദ്ദേശം സ്വീകരിക്കാമെന്നും കാന്തപുരം കോഴിക്കോട് പറഞ്ഞു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായാലും ആ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സദാചാരം നിലനിർത്താനും മറ്റു വഴികൾ ചിന്തിക്കാതിരിക്കാനും വിവാഹം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാ നിങ്ങളുടെ അഭിപ്രായക്കാരുണ്ടാവും. ആ മതി, ഓഫാക്കി എടുത്തത്.
അപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ 3 മാസങ്ങൾക്ക് മുമ്പ് എന്താ പറഞ്ഞത്? 18 കാത്തിരിക്കരുത്, 16 തന്നെ പിടിച്ചു കെട്ടിച്ചു കൊള്ളണം. എന്നാലോ മുസ്ലിം സംഘടനകൾ മുഴുവൻ കൂടിയിട്ട് ഒന്നിച്ചൊരുമിച്ച് തീരുമാനമെടുത്തപ്പോഴോ ആ തീരുമാനം സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് സമുദായത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായി നിന്നു. യഥാർത്ഥത്തിൽ ആരാ കേരളത്തിൽ സമുദായത്തെ അപമാനിച്ചത്? ഒരു ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇയാളെന്താ മറുപടി പറഞ്ഞത്? ഒരു ഭാര്യയ്ക്ക് ഹൈദുണ്ടാകുമ്പോൾ, അവൾ ആർത്തവ രക്തം വരുമ്പോ ഋതുമതിയാവുന്ന കാലത്ത് മറ്റേ ഭാര്യ ഉപയോഗിക്കാനാണ് ഇസ്ലാം ബഹുഭാര്യത്വം ഉപയോഗിച്ചത്, ബഹുഭാര്യത്വം അനുവദിച്ചത് എന്നല്ലേ. അന്ന് ബി എം സൂറ എന്ന് പറയുന്ന ഫെമിനിസ്റ്റായ എഴുത്തുകാരി, ഒരു മലയാളത്തിലെ മുസ്ലിം എഴുത്തുകാരി ചാനലുകളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ മുസ്ലിയാർക്ക് മാസത്തിൽ ഒരു 6-7 ദിവസമെങ്കിലും ഒന്ന് അടങ്ങി നിന്നൂടെ? സൂറ ചോദിച്ചതാ. അങ്ങനെ ചോദിപ്പിച്ചത് എന്തുകൊണ്ടാ? ഇസ്ലാമിൽ ഒരു അടിസ്ഥാനമില്ലാത്ത കാരണം പറഞ്ഞ് ബഹുഭാര്യത്വത്തെ വിവാദമാക്കി ഈ സമുദായത്തെ അപമാനിച്ചാളല്ലേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. എന്നിട്ട് സമുദായത്തിന്റെ പൊതുവായ വികാരത്തിന്റെ കൂടെ നിൽക്കാതെ ആ പൊതുവികാരത്തെ ഒറ്റുകൊടുക്കാൻ ആ കാന്തപുരം ശ്രമിച്ചത്. ഇയാളുടെ ലക്ഷ്യം പരിശുദ്ധമായ ദീനല്ല, സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണമല്ല, സമ്പത്ത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് സമസ്ത പണ്ടേ പറഞ്ഞതാണ്. ആശയമല്ല ഇയാൾക്ക് വിഷയം, ആമാശയമാണ് പ്രധാനം എന്ന് പണ്ടേ പറഞ്ഞതാ. പള്ളിന്റെ പ്രശ്നമല്ല പ്രധാനം, പള്ളയുടെ പ്രശ്നമാണ് ഇദ്ദേഹത്തിന് പ്രധാനം എന്ന് സമസ്ത പണ്ടേ പറഞ്ഞതാ. മഹാനായ നാട്ടിക ഉസ്താദിന്റെ ആവേശോജ്വലമായ പ്രസംഗം, ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കൂ. നാട്ടിക ഉസ്താദ് അന്ന് പറഞ്ഞതും ഇന്ന് കാന്തപുരം എത്തി നിൽക്കുന്ന അവസ്ഥയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ, ഒന്ന് തുലനപ്പെടുത്തിയാൽ നാട്ടികയുടെ പ്രഖ്യാപനം എത്രമേൽ പ്രവചനാത്മകമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് പുതിയ കാലത്ത് പ്രസക്തവുമാണ്. അതുകൊണ്ട് അതൊന്ന് കേൾക്കുക. മുസ്ലിമീങ്ങൾ ആര് ഒരു മഹലിലുണ്ടായാലും ഈ വിഭാഗത്തെ മഹലിൽ അർപ്പിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണ്. ഉത്തരവാദിത്തബോധത്തോടുകൂടി പറയുന്നത്, ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല, എല്ലാം ആമാശയ സംബന്ധിയാണ്. ആശയ സംബന്ധിയല്ല, ആമാശയ സംബന്ധി. സലാത്തു ആമാശയത്തിനാണ്, വിക്രു ആമാശയത്തിനാണ്. തിരിവ് കൊടുക്കാതിരുന്നവർക്ക് സലാത്ത് താനെ തിരിച്ചു കൊടുക്കും. അരക്കാശ് കൊടുക്കാതിരുന്നത്, അരക്കാശ് കൊടുക്കാതിരുന്ന താനെ തിരിച്ചുകൂടും. ഞാൻ പിന്നെ പറയാം, പക്ഷെ അധികം പറഞ്ഞോളാം. താനെ തിരിച്ചുകൂടും. എല്ലാം ആമാശയ സംബന്ധിയാണ്, ആശയ സംബന്ധിയല്ല. എനിക്കറിയാവര്, നിങ്ങൾക്കാർക്കും എന്നെപ്പോലെ അറിയില്ലല്ലോ. എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേയുള്ളൂ. നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോകുന്നേയുള്ളൂ. അന്ന് നാട്ടിക ഉസ്താദ് പറഞ്ഞതാ, ഇന്ന് നമ്മൾ കൃത്യമായി പരിചയപ്പെടുകയാണ്. ആത്മീയതയുടെ സകലമായ ചിഹ്നങ്ങളും മുറ്റു കാശാക്കി സാമ്പത്തിക സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ട് അവസാനിക്കാത്ത ദുരാഗ്രഹവുമായി അവസാനം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും വിറ്റു കാശാക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് ഒരു മുടിയുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ആ മുടിഞ്ഞ ഫോട്ടോ നിൽക്കും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ സമുദായത്തിലേക്ക് രംഗപ്രവേശം ചെയ്തത് കണ്ടോ? ഈ മുടിയും കൊണ്ട് കാന്തപുരം വന്നു. ഇങ്ങനെയുള്ള ഒരു മുടിയുമായി, ആ മുടിയിൽ നിന്ന് കൃത്യമായി വെട്ടിമുറിച്ച് പാകപ്പെടുത്തിയ ഒരു കഷ്ണം മുടിയുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ഹബീബിന്റെ മുടിയാണ്, ഇത് ഷാർ മുബാറക്കാണ്, ഇത് തിരുകേശമാണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹ് ഓരോ വിശ്വാസിയുടെയും മനസ്സിലെ വികാരമാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വയം ശരീരത്തെക്കാളേറെ, സ്വന്തം താൽപര്യങ്ങളെക്കാളേറെ ഹബീബിന്റെ താൽപര്യങ്ങൾ പരിഗണിക്കുന്ന ഓരോ വിശ്വാസിയും ആ ഹബീബിന്റെ ദാത്തുശ്ശരീഫയുടെ ഭാഗമായ ഷൗറുൽ മുബാറക്ക് കേരളത്തിൽ വന്നു എന്നറിഞ്ഞാൽ പിന്നെ അത് കാന്തപുരത്തിന്റെ കയ്യിലാണോ വേറെ ആരാണോ?
കാന്തപുരത്തിന്റെ കയ്യിലായാലും നമ്മുടെ ഹബീബിന്റെ മുടിയല്ലേ എന്ന ഓരോരുത്തരും ചിന്തിക്കുക. ആ വികാരത്തെ ചൂഷണം ചെയ്യാനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശ്രമിച്ചത്. പക്ഷേ കാന്തപുരത്തിന്റെ നീക്കം പല കാരണങ്ങളാൽ സംശയാസ്പദമായിരുന്നു, നിരവധി തെളിവുകളാൽ സംശയാസ്പദമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പരമോന്നത പണ്ഡിത സഭയായ അത് ഒഴിവാക്കിയെടുത്തിട്ടുണ്ട് പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ വളരെ ന്യായയുക്തമായ വളരെ മാന്യമായ ഒരു നിലപാട് സ്വീകരിച്ചു. ശ്രദ്ധിക്കണേ, സമസ്ത ഇതൊക്കെ പറയുന്നത് കാന്തപുരത്തിനോടുള്ള വിദ്വേഷം കൊണ്ടാണ് എന്നാണ് ഇതിനൊക്കെ മറുപടി. അസൂയ കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമസ്ത എന്താ പറയേണ്ടത്? മുടി കിട്ടിയ ഉടനെ പറയണം, മുടി കാന്തപുരത്തിന്റെ കയ്യിലാ കിട്ടിയത്, അയാൾ ഞങ്ങളുടെ സംഘടനാ ശത്രുവാണ്, ആ മുടി വ്യാജാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഉറപ്പാണെന്നല്ലേ സമസ്ത പറയേണ്ടത്. എന്നാ സമസ്ത അതാണോ പറഞ്ഞത്? സമസ്ത കേരള മുസ്ലിങ്ങളോട് പറഞ്ഞു, ഈ നിലപാടിന്റെ ശുദ്ധി, ഈ നിലപാടിന്റെ ആത്മാർത്ഥത നമ്മൾ തിരിച്ചറിയണം. സമസ്ത കേരള മുസ്ലിങ്ങളോട് എന്താ പറഞ്ഞത്? ഈ മുടി തിരുകേശമാണെന്ന് ആധികാരികമായി അംഗീകരിക്കപ്പെടുന്നതുവരെ ഒരാൾ വഞ്ചിതരാവാൻ പാടില്ല. കാന്തപുരം ആധികാരികമായി തെളിയിക്കട്ടെ, അതുവരെ ആരും വഞ്ചിതരാവരുത്. തെളിയിച്ചാലോ ഇൻഷാ അല്ലാഹ് ഞങ്ങളുണ്ടാവും അതിനെ ആദരിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ, അത് കാണാൻ, അത് മുക്കിയ വെള്ളം കുടിക്കാൻ, അതുകൊണ്ട് ബർക്കത്തെടുക്കാൻ ഞങ്ങളുണ്ടാവും. കാരണം അത് ഞങ്ങളുടെ ഹബീബിന്റെ മുടിയാണ്. ഇതെത്ര മാന്യമായ നിലപാടാണ്, എത്ര നീതിയുക്തമായ നിലപാടാണ്. ആ നിലപാട് നമ്മുടെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് തവ്വറല്ലാഹു ഉംറ മഹാനവറുകൾ ഒന്ന് പറഞ്ഞോട്ടെ. സമസ്തന്റെ കീഴിലുള്ള ധാരാളം സംഘടനയുടെ നേതാക്കന്മാർ വളരെ വിശദീകരിച്ചുകൊണ്ട് ആ മുടിയുടെ സ്ഥിതി വിശദീകരിക്കുകയുണ്ടായി. അതിനൊക്കെ ശരിയായൊരു മറുപടി അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ അവരിടക്കിടക്ക് പറയും, സമസ്ത എന്താ നീ പറയാത്തത്, സമസ്ത എന്താ നീ പറയാത്തത് എന്നിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ സമസ്തക്ക് കാര്യമായിട്ട് എന്ത് പറയാനായിട്ടുള്ളത്? അതായത് കുറെ നേതാക്കന്മാരായ ഒരു പറയും മക്കളൊക്കെ ഉള്ള ആളുകളാണ് അവിടെ സംസാരിച്ചത്. അങ്ങനത്തെ നല്ല പ്രഗത്ഭന്മാരായ സമസ്തന്റെ കീഴ്ഘടകങ്ങളായ നേതാക്കന്മാർ വളരെ കാര്യക്ഷമമായി അവിടെ സംസാരിച്ചിട്ട് ഒന്നും മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോൾ അവരുപയോഗിക്കുന്ന ഒന്നാണ് സമസ്ത പറയട്ടെ, സമസ്ത എന്താ പറയാത്തത്. സമസ്തക്ക് പറയാനുള്ളത് നല്ല ചോദ്യമാണ് ഇവർ ചോദിച്ച് മറുപടി പറഞ്ഞു കൊടുക്കി. സമസ്ത കയ്യിൽ പറയാനുള്ളത് ധാരസഭയിൽ സമസ്ത പറഞ്ഞ് 1 നമ്പർ ചോദ്യങ്ങൾ അവർ ചോദിച്ചത്, അതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കി. പിന്നെ സമസ്ത പറഞ്ഞത് അത് തെളിയിക്കപ്പെടാത്ത കാലത്തോളം ആരും അതിൽ വഞ്ചിതരാവരുത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സാദാത്തുകളിൽ പ്രമുഖനായ ഹൈദരലി ശിഹാബ് തങ്ങളെ തന്നെ ചതിച്ച വർത്താനം നിങ്ങളൊക്കെ കേട്ടത്. ഇങ്ങനെ പല ജാതി വഞ്ചനയും നടന്നപ്പോഴാണ് അത് ശരിയാണ് എന്ന് തെളിയിക്കാത്ത കാലത്തോളം ആലുഞ്ഞയിൽ വഞ്ചനയിൽ പെടരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചത്. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നിലപാട്. മാന്യമായ നിലപാട്, അള്ളാഹുവിന്റെ ദീനിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാന്യമായ എന്നാൽ ശക്തമായ നിലപാട് സമസ്ത കേരള ജംഇയ്യത്തുലമ എടുത്തതിന്റെ നല്ല ഫലങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വ്യാജമുടിക്ക് വ്യാജ സനതുണ്ടാക്കാൻ ഏൽപ്പിച്ച മുഹമ്മദ് സഖാഫി മലയമ്മയെ പോലുള്ള ആ പണി മനസ്സാക്ഷിത്വത്തോടെ നിർവഹിച്ച സ്വാലിഹ് സഖാഫി വല്ലപ്പുഴയെ പോലുള്ള ഈ മുടി വിവാദത്തിൽ കാന്തപുരത്തെ അനുകൂലിച്ച് ഹൈക്കോടതിയിൽ ഹാജരാവാൻ തയ്യാറായ മുഹമ്മദ് രാമന്തളിയെ പോലുള്ള ഈ വിവാദത്തിന്റെ ഉള്ളറകൾ തിരിച്ചറിഞ്ഞ മുഴുവൻ ആളുകളും അത് സംബന്ധിച്ചുള്ള സത്യം സമൂഹത്തോട് വിളിച്ചു പറയാനും ഈ സത്യപാതയിലേക്ക് കടന്നുവരാനും ഒക്കെ തയ്യാറായത് സമസ്ത സ്വീകരിച്ച ഈ ആത്മാർത്ഥമായ നിലപാടിന്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഒരു നിലപാട് സമസ്ത സ്വീകരിച്ചില്ലായിരുന്നെങ്കിലോ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? അതും കൂടി ചെറുശ്ശേരി ഉസ്താദ് ഒന്ന് പറയട്ടെ. സമസ്ത എങ്ങാനും ഇതിൽ എതിർത്തിട്ടില്ലെങ്കിൽ ഉള്ള ബാർബർ ഷാപ്പിലൊക്കെ സകല മുടിയും തപ്പിപ്പോകും. ഇതാ തീരുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഷെയറെ മുബാറക്ക്, ഷെയറും മുബാറക്കും എന്ന് പറഞ്ഞില്ല, ഷെയറെ എന്ന് പറയണം.
എന്നാ പിന്നെ അതിന്റെ സനത് വേണ്ട. അങ്ങനെ വരെ എത്തിയ കാര്യം എന്താ തലക്കന്നെ 10-22 കൊല്ലം ഒന്നായിട്ട് ഇങ്ങനെ നുണ പറഞ്ഞാൽ പിന്നെ അത് തന്നെ ഏതാവും. നോക്കൂ, നിങ്ങൾ അങ്ങനെ ഒരു ആത്മീയ ദുരന്തത്തിൽ നിന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തെ രക്ഷിച്ചത്. എന്താ കാരണം? മുടി ഉസ്താദ് പറഞ്ഞതുപോലെ സുലഭമായി കിട്ടുന്ന വസ്തുവാണ്. ഏത് ബാർബർ ഷോപ്പ് പോയാലും ചാക്ക് കണക്കിന് മുടി കിട്ടും. നാളെ പ്രഭാതത്തിൽ 16ങ്ങളിൽ ഒരാളൊരു മുടിയുമായി വന്നിട്ട് ഇത് ഷെയറെ മുബാറക്കാണെന്ന് നാക്ക് വളച്ചു പറഞ്ഞാൽ പിന്നെ അതുതന്നെയാണ് വലിയ രേഖ. മറ്റു രേഖകൾ അന്വേഷിക്കാൻ പാടില്ല, തെളിവന്വേഷിക്കാൻ പാടില്ല, സത്യാവസ്ഥ ചോദിക്കാൻ പാടില്ല, പരീക്ഷണം നടത്താൻ പാടില്ല. അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ ഒഴുകിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ മുടി നിറയും. ഏത് മുടി? സാധാരണ മുടിയല്ല, നമ്മുടെ ഹബീബിന്റേതാണെന്ന് പറയപ്പെടുന്ന മുടി കേരളമാകെ നിറയും. വളരെ ലളിതമായ കാര്യമല്ലേ? അത്തരമൊരാത്മീയമായ അരാജകത്വത്തിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ ഇസ്ലാമിക സമൂഹത്തെ രക്ഷിച്ചപ്പോൾ ഈ നമ്മൾ പറയുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ അവസാനം ഇവർ ചില ഞൊണ്ടിന്യായങ്ങൾ പറയാറുണ്ട്. എന്താണ് ആ ഞൊണ്ടിന്യായങ്ങൾ? പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ എന്തൊക്കെ പറഞ്ഞ് 2-3 മണിക്കൂർ വിപ്പക്കെട്ട് പ്രസംഗിച്ചാലും അതിന്റെ ഒക്കെ മറുപടി ഇതൊക്കെ ഉസ്താദിനോടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ്. ഇതൊക്കെ ഉസ്താദിനോടുള്ള അരിശം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഉസ്താദിനോട് ഞങ്ങൾക്കുള്ള അരിശമല്ല പ്രശ്നം, നിങ്ങൾക്ക് പ്രവാചകനോടുള്ളതിനേക്കാൾ വലിയ പിരിശം, അള്ളാഹുവിനോടുള്ളതിനേക്കാൾ വലിയ പിരിശം നിങ്ങളുടെ ഉസ്താദിനോടായിപ്പോയി എന്നതാണ്. ഞങ്ങൾ അരിശമല്ല പ്രശ്നം, നിങ്ങളുടെ പിരിശമാണ്. ഇതാണ് പ്രധാനമായിട്ട് ഇതിനൊക്കെ മറുപടി. സാക്ഷാൽ കാന്തപുരം തന്നെ അത് പറയുന്നു. നിങ്ങളൊന്ന് കേൾക്കൂ. ഒരു കൂട്ടരുണ്ട്, ഈ മുടി എവിടുന്ന് കിട്ടിയതാ? അത് കാന്തപുരത്തിന്റെ താടിയാണോ, മുടിയാണോ, തലയാണോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അവർക്കങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശഅർ കിട്ടാൻ ഭാഗ്യമില്ല, ഒരു ശഅർ കിട്ടാൻ ഭാഗ്യമില്ല. നമുക്കങ്ങനെ ഒരു ശഅർ കിട്ടാൻ ഭാഗ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഷെയർ കിട്ടിയില്ല? ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഷെയർ കിട്ടിയില്ല? ഞങ്ങൾക്ക് 7 കഷ്ണം മുടി കിട്ടി. 7 കഷ്ണം മുടി. സാലിക്കവർ 3 കഷ്ണം, ഞങ്ങൾക്ക് 7 കഷ്ണം മുടി കിട്ടി. അപ്പൊ അസൂയയുടെ പ്രശ്നമാണെങ്കിൽ ആർക്കാരോട് അസൂയ വേണ്ടത്? 7 കഷ്ണം മുടിയുള്ള ഞങ്ങളോട് വെറും 3 കഷ്ണം മുടി കയ്യിലുള്ള കാന്തപുരത്തിന് ഇങ്ങോട്ടാണ് അസൂയ വേണ്ടത്, അല്ലാതെ തിരിച്ചങ്ങോട്ടല്ല. അത് ചിന്തിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യ. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾക്ക് മുടി കിട്ടിയെന്ന് ആരാ പറഞ്ഞത്? ആരാ നിങ്ങൾക്ക് പറയേണ്ടത്? അയാൾ തന്നെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് മുടി കിട്ടിയോ ഇല്ലേ, എവിടുന്നാ കിട്ടിയത് പറയട്ടെ. ഇപ്പൊ അവസാനം എവിടെ എത്തി? മർക്കസുത്തഖാഫിയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഅർ മുബാറക്ക് എവിടുന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. അതാണ്ടായത്. എവിടുന്നാണോ അവിടെ തന്നെ പോയിട്ട് ഇവരും വാങ്ങി. നമുക്ക് എത്ര എണ്ണം കിട്ടി? 7 മുടി കിട്ടി. ഇവർക്കാകെ 3 മുടി കിട്ടിയിട്ടുള്ളൂ. അടുത്തത് ആകെ 3 മുടിയെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അസൂയന്റെ പ്രശ്നമല്ല. അസൂയ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇങ്ങോട്ടാണ് അസൂയ വേണ്ടത്, ഞങ്ങൾക്ക് അങ്ങോട്ടല്ല. ഇനി എന്താ അടുത്ത ആരോപണം? എന്താ? സമസ്തക്കാരും SKSFകാരും ഷഅർ മുബാറക്കിന്റെ വിരോധികളാണ്, അവർ തിരികേശത്തിന്റെ വിരോധികളാണ്, അവർ ബർക്കത്ത് വിൽക്കുന്നതിന് എതിരാണ്. ഇവിടെ മുജാഹിദുകാരും ജമാഅത്തുകാരും ഒക്കെ പറയുന്നത് തന്നെയാണ് ഇപ്പോൾ സമസ്തയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ചക്കള്ളം. സമസ്ത അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവർ രേഖകൾ ഹാജരാക്കാൻ ബോധ്യപ്പെടുത്തണമല്ലോ. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അങ്ങനെ രേഖകൾ ഹാജരാക്കിയാൽ ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് പറയാം. വെറുതെ ഒരു നേൽയുദ്ധം നടത്തുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോ സമസ്തക്ക് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് മാത്രമല്ല, ഇവിടെയുള്ള തർക്കം, ഇവിടെയുള്ള ചോദ്യം ഷഅർ മുബാറക്കിനെ ആദരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതല്ല, നേരെ മറിച്ച് ഇത് ഷഅർ മുബാറക്ക് ആണോ അല്ലേ, അതാ സംശയം. എങ്ങനെ? കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി തിരുമുടിയാണോ അല്ല ഏതോ ഒരു മുടിയാണോ?
അതാണ് ഞങ്ങളുടെ സംശയം. അത് പാവപ്പെട്ട SKSSFകാരുടെ മാത്രം സംശയമല്ല. ഞങ്ങൾ ചോദിച്ച അതേ സംശയം ഇതാണോ അല്ലേ? മൂപ്പരൊന്ന് സംശയിക്കട്ടെ. കാന്തപുരം ഉസ്താദ് ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയ ഒരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. ഇതല്ലേ മാത്രമേ ഉള്ളൂ, ചെറിയൊരു സംശയം. എന്നാ മുസ്ലിയാർ ഇതല്ലേ പ്രധാനപ്പെട്ട സംശയം? ഇതാണോ അല്ലേ? അതിന് ഉത്തരം കിട്ടിയിട്ട് അടുത്ത ഘട്ടമാണ് ഒഴിവാക്കുന്നത്. അടുത്ത ഘട്ടമാണ് ഇത് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്. അത് അടുത്ത ഘട്ടം. ഒന്നാമത്തെ ചോദ്യത്തിലാണ് ഇതാണോ അല്ലേ? അതാ ഞങ്ങൾ ചോദിച്ചത്. എല്ലാവരും ഷെയറെ മുബാറക്കിനെ ആദരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതല്ല ഞങ്ങൾ ചോദിച്ചത്. പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് ഞങ്ങൾ കണ്ണും പൂട്ടി പറയാൻ വേറൊരു കാരണം. ആ കാരണം കൂടി സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് ആ കാരണം? മുടി കൊണ്ടുവന്ന ആളുകളും മുടി ഇവിടെ വാങ്ങി വെച്ച ആളുകളും രണ്ട് കൂട്ടരെയും നമ്പാൻ പറ്റില്ല. ഉള്ളത് പറയണമല്ലോ, മുഖസ്തുതി ആയിട്ടൊന്നും കാണണ്ട, ഉള്ളത് പറയണം. രണ്ടു കൂട്ടരെയും നമ്പാൻ പറ്റൂല. കൊണ്ടുവന്ന ആളുകളെയും നമ്പാൻ പറ്റൂല, മുടി വാങ്ങിവെച്ച ആളുകളെയും നമ്പാൻ പറ്റൂല. മുടി കൊണ്ടുവന്ന ഒരാൾ ഷെയ്ഖ് അഹമ്മദ് ഖസ്റജി, അയാളെ വിശ്വസിക്കാൻ പറ്റോ ഇല്ലേന്ന് നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടിട്ടൊന്ന് തീരുമാനിച്ചോളൂ. അയാളുടെ വീട്ടിലുള്ള ഷെയറു മുബാറക്കിന്റെ ശേഖരം ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഇത് കണ്ടിട്ട് ഇത് നമ്മുടെ ഹബീബിന്റെ മുടിയാണോ എന്ന് നമുക്ക് സംശയിക്കാൻ പോലും പറ്റുമോന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ. В церемонии омовения волос пророка, да благословит его Аллах и приветствовать, принимают участие только особо почитаемые люди. Весть о том, что в Чеченскую республику привезут 16 реликвий, уже облетела исламский мир. Положительные отзывы высказывают миллионы мусульман. നോക്കൂ, അഹമ്മദ് ഖസ്റജി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുന്ന മുടിക്കത്താണിത്. ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. പണ്ഡിതന്മാര് പോകട്ടെ, ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇത് നമ്മുടെ ഹബീബിന്റെ മുടിയാണ്? സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന എത്ര വളർന്നാലും ചെവിക്കുന്നിയോളം പെരടിയിൽ തട്ടുവോളം മാത്രം മുടി വളർന്നിരുന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടിയാണ്. ഈ മുടി ഒരു മനുഷ്യന്റെ തലയിലൂടെ ഇട്ടാൽ എത്ര ഉണ്ടാവും? ചന്തിന്റെയും അടിയിലേക്ക് നൂളുന്ന അസാധാരണമായ നീളമുള്ള മുടി. പോരെങ്കിൽ ഇതുപോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മുടികളടങ്ങുന്ന കെട്ടുകൾ. മുടിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ വിറകിന്റെ കെട്ട് എന്ന് പറയുന്നത് ലാഘവത്തോടെ കാണാൻ പറ്റില്ലല്ലോ. മുടിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ കെട്ടിൽ എത്ര മുടി ഉണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്ക്. അത്ര മുടിക്കെട്ടുകൾ വീട്ടിൽ സൂക്ഷിച്ചിട്ട് ലോകത്താകമാനം പറന്ന് നടന്ന് കച്ചവടം നടത്തുന്ന ആളാണ് അഹമ്മദ് ഖസ്റജി. പോരെ, ഇതിന്റെ തെളിവാണല്ലോ. ഇത് അഹമ്മദ് സ്വന്തം ചെലവിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിലെ ഭാഗം, ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇനി ആ 32 ഇതാണ് അഹമ്മദ് ഖസ്റജിയുടെ അവസ്ഥ. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇത്ര അസാധാരണമായ നീളമുള്ള മുടി. ആ മുടി വെട്ടി മുറിച്ചിട്ട് മർക്കസിൽ മാത്രമല്ല പറന്ന് ലോകം മുഴുവൻ വിതരണം ചെയ്ത് കച്ചവടം നടത്തുന്ന ആളാണ് അഹമ്മദ് ഖസ്റജി. അത് പോട്ടെ, രണ്ടാമത്തെ ആളാരാ? മുടി കൊടുത്ത മറ്റൊരാളാരാ? പറയട്ടെ, സ്വപ്നജീവി പറയട്ടെ, ഉസ്താദിന് മുടി കൊടുത്തതാരാ? ഷാറു മുബാറക് 2 മുടികളുണ്ട്. അത് കൊടുത്തത് ബഹുമാനപ്പെട്ട
ഉസ്താദിന്റെ മുഹിബായ ഡൽഹിയിലെ മർഹറ ഷരീഫിലെ ഇഖ്ബാൽ വലിയ മുഹമ്മദ് ജാലാവാല എന്ന വ്യക്തിയായിരുന്നു. അവ മുടി കൊടുത്തതാരാ? ഡൽഹിയിലെ മർഹറ ഷരീഫിലെ ഇഖ്ബാൽ ജാലിയാവാല. ചെറിയൊരു സെന്റൻസാണ്. ഇതിന് 3 കളവാണ് മൂപ്പര് ഒന്നിച്ച് പറഞ്ഞത്. 3 കളവ്. ഗിന്നസ് റെക്കോർഡ് ഇതിന്റെ പേരിൽ കിട്ടുമെങ്കിൽ മൂപ്പരിക്ക് തന്നെ കിട്ടും. ചെറിയൊരു സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. 3 കളവാണ് പകരക്കാരൻ ഒന്നിച്ച് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഡൽഹിയിലെ മർഹറ ഷരീഫിലെ ഇഖ്ബാൽ ജാലിയാവാല എന്ന് പറഞ്ഞ ആളാണ് മുടി കൊടുത്തത്. എന്താ യാഥാർത്ഥ്യം? എന്താ? മർഹറ ഷരീഫ് ഡൽഹിയിലല്ല, ഉത്തർപ്രദേശിലാണ്. 2 ഇഖ്ബാൽ ജാലിയാവാല ഡൽഹിക്കാരനല്ല, അയാൾ ഗുജറാത്തിലാണ് ജനിച്ചത്, താമസിക്കുന്നത് ബോംബെയിലാണ്. 3 ഇഖ്ബാലും മറാരാവാലയും തമ്മിൽ ഒരു ബന്ധവും, മറാര ഷരീഫും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്നിട്ട് ഈ 3 കൂടി കൂട്ടിയിട്ട് അത് കാന്തപുരം പല വേദിയിലും പലതാ പറഞ്ഞത്. ഒരിക്കൽ പറഞ്ഞ ഡൽഹിയിൽ നിന്നാണ് കിട്ടിയത്, ഒരിക്കൽ പറഞ്ഞ ബോംബെയിലാണ് കിട്ടിയത്, വേറെ ഒരിക്കൽ പറഞ്ഞ ഗുജറാത്തിൽ നിന്നാണ് കിട്ടിയത്. ഒരു സയ്യിദാണുള്ളത്, ഇഖ്ബാൽ ജാലിയാവാലയാണുള്ളത്, മറാര ഷരീഫിനാണ് കിട്ടിയത്. പല വേദിയിലും പലതാ കാന്തപുരം പറഞ്ഞത്. പണ്ട് കണ്യത്തുസ്താ പറഞ്ഞല്ലോ, അത്തും വിത്തും എനിക്കല്ല ഇവർക്കാണ്. ആ അത്തും വിത്തും നമ്മൾ കണ്ടു. ആ കാന്തപുരം പല വേദിയിൽ പലത് പറഞ്ഞപ്പോഴോ ഇയാളെന്തേലും എല്ലാം കൂടി കൂട്ടി ജമ്മ ചെയ്തിട്ട് ഒറ്റടിക്ക് എന്ത്? ഡൽഹിയിലെ മറാര ഷരീഫ് ഇഖ്ബാൽ ജാലിയാവാല, യുപിയിലാണ് മറാര ഷരീഫ്, ഇഖ്ബാൽ ജാലിയാവാല ബോംബെയിലാണ്. ഡൽഹിയും മറാര ഷരീഫ് ഇഖ്ബാൽ ജാലിയാവാല നമ്മൾ ഒരു ബന്ധമില്ല. ഇത് 3 കൂടി ജമ്മ ചെയ്തിട്ട് മൂപ്പര് പറഞ്ഞത്. ഏതായാലും അത് മുടി കൊടുത്ത ആളാരാ? മുടി കൊടുത്ത ആളാരാ? ഇഖ്ബാൽ ജാലിയാവാല. ഇനി 34 എടുക്കുക. ആരാ ഈ പറയുന്ന ഇഖ്ബാൽ ജാലിയാവാല? ആരാ? എന്ന് അവസാനത്തേക്ക് അടിച്ചത്. ആരാ ഇഖ്ബാൽ ജാലിയാവാല? ഈ ഇഖ്ബാൽ ജാലിയാവാലയെ കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നത് എന്തായിരുന്നു? ആള് ചില്ലറക്കാരനൊന്നുമല്ല. കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദും ഷെയ്ഖും. എങ്ങനെ? കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദും ഷെയ്ഖും. അതൊന്ന് പകരം പറയട്ടെ. ആ തെണ്ടിത്തരം പറയരുത്. പറയാനുള്ളത് എന്തൊരു തക്ബീറാണ്! എന്തിനാ തക്ബീർ? ഇഖ്ബാൽ ജാലിയാവാല അവിടുത്തെ ശിഷ്യനും അവിടുത്തെ മുരീദുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുത്തു. ഇതിലൊരുപാട് കളവുണ്ട്. ആ സനത് അടിമുടി കളവാണ്. വേറെന്താ? ആരാ ഇഖ്ബാലിന് കൊടുത്തതാരാ? ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന സയ്യിദാണ് കൊടുത്തത്. ഒന്ന് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നയാൾ എപ്പോഴാ കൊടുത്തത്? 40 കൊല്ലം മുമ്പേ ഇഖ്ബാൽ ജാലിയാവാലക്ക് കൊടുത്തതാണ്. ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി 40 കൊല്ലം മുമ്പേ ഇഖ്ബാൽ ജാലിയാവാലക്ക് കൊടുത്തതാണ്. എന്നാ കേട്ടോളൂ, ഇപ്പറയുന്ന ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഈ 2013 പ്രായം എത്രയാണ്? 27 വയസ്സ്. ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി ഇപ്പോഴും ഡൽഹിയിൽ ജീവിച്ചിരിക്കുന്ന, ഉത്തർപ്രദേശിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. എത്ര വയസ്സ്? 27 വയസ്സ്. 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി 40 കൊല്ലം മുമ്പ് തന്നെ ഇന്ന് 70 വയസ്സ് പ്രായമുള്ള ഇഖ്ബാൽ ജാലിയാവാലക്ക് മുടി കൊടുത്തു. എങ്ങനെയുണ്ട്? ഇത് ഇവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കണക്കാണ്. 27 വയസ്സ് മാത്രം പ്രായമുള്ള ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി 40 കൊല്ലം മുമ്പ് തന്നെ, അയാൾ ജനിക്കുന്നതിനും 13 കൊല്ലം മുമ്പ് തന്നെ
ആർക്ക്? ഇക്ബാൽ ജാലിയാവാലയ്ക്ക് മുടി കൊടുത്തു. ആ ഇക്ബാൽ ജാലിയാവാല ആർക്ക് മുടി കൊടുത്തു? തന്റെ ഷെയ്ഖും തന്റെ മുരീദുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിന് കൊടുത്തു. തിരിച്ചു വായിച്ചാൽ കാന്തപുരത്തിന്റെ ഷെയ്ഖാണ്, കാന്തപുരത്തിന്റെ ഉസ്താദുമാണ്. അപ്പൊ ആള് ചില്ലറക്കാരനല്ല. കാരണം കാന്തപുരം തന്നെ ആരാള്? മൂപ്പര മഹത്വം പറയാൻ പറ്റില്ല. താജുൽ ആരിഫീൻ, കുത്തുബുൽ ആലം, അതാണ് ഔലിയാക്കളെ കൂട്ടത്തിൽ മൂപ്പര സ്ഥാനപ്പേര്. താജുൽ ആരിഫീൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ സുൽത്താനുൽ ആരിഫീനാണ്. ഷെയ്ഖ് റിഫായി തങ്ങളെ പോലുള്ള മഹാന്മാരായ ആരിഫീങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന കിരീടമാകുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഔലിയാക്കളെ ലോകത്ത് കാന്തപുരം അങ്ങനെ. അയാളെ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ഇക്ബാൽ ജാലിയവാലിനെ നമ്മൾ എവിടെ നിർത്തേണ്ടത്? ഇവിടെ ഒന്നും നിർത്താൻ പറ്റൂല, അത്രമേൽ മഹാനാണ്. ഇനി ഉലമാക്കളുടെ ലോകത്ത്, പണ്ഡിതന്മാരുടെ ലോകത്ത് കാന്തപുരാരാ? സുൽത്താനുൽ ഉലമ. അയാളെ സുൽത്താനാക്കിയതും അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും ആരാ? ഈ പറയുന്ന ഇക്ബാൽ ജാലിയാവാലെ. അപ്പൊ അയാളെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? അപ്പൊ അയാളുടെ മഹത്വം എത്രയാണ് ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മതി. അത്ര വലിയ മഹാനാണ് ഇപ്പറയുന്ന മുടി കൈമാറിയത്. പോരെങ്കിലോ അയാൾ സയ്യിദുമാണത്രേ. സയ്യിദുമാണ് അയാൾ. സാധാരണ സത്യാവസ്ഥ പറഞ്ഞാൽ കൃത്യമായി നിസ്കരിക്കാത്ത, ജുമുഅക്ക് പോലും പള്ളിയിൽ കയറാത്ത, പിടിച്ചു തള്ളിയിട്ടാലും പടിഞ്ഞാറോട്ട് വീഴാത്ത പക്ക ഫാസിഖ്, ഒരു 4ാം കിട ഗുണ്ടാത്തലവൻ, സാധാ ആക്രി കച്ചവടക്കാരൻ. അതാ ഇക്ബാൽ ജാലിയാവാല. സംശയം ഉണ്ടെങ്കിൽ ബോംബെയിലാണെങ്കിലോ പോയി അന്വേഷിക്കാം, ആർക്കും അന്വേഷിക്കാം. അയാളെ കുറിച്ച് എന്താ പറഞ്ഞത്? ഉസ്താദിന്റെ ഉസ്താദ്, ഉസ്താദിന്റെ ഷെയ്ഖ്, അതൊക്കെ സൈത്ത. കാരണം എന്താണ്? മരപ്പട്ടിക്ക് ഈനാം പേച്ച് കൂട്ടി എന്ന് പറഞ്ഞ പോലെ പറ്റിയ ഉസ്താദ് പറ്റിയ ശിഷ്യനാണ്. അത് ഞങ്ങൾ സഹിച്ചു, ഞങ്ങൾ പൊറുത്തു. പക്ഷെ ഇയാളെ പിടിച്ച് സയ്യിദാക്കി, സാധാനാടനായ ഒരു മനുഷ്യനെ പിടിച്ച് പ്രവാചക കുടുംബത്തിൽപ്പെടുത്തി തങ്ങളാക്കി സയ്യിദാക്കി. നമ്മളെ ഈ പരിസരത്തുകൊണ്ട് അങ്ങനെ ആക്കിയ തങ്ങന്മാര്. ആയെങ്കിൽ തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അയാൾ ആയെങ്കിൽ തങ്ങളാവുന്ന അർത്ഥം, തങ്ങളല്ല ഇപ്പൊ. അതുപോലെ കുറെ ആയെങ്കിൽ തങ്ങന്മാരുണ്ട്, ആക്കിയ തങ്ങന്മാര്. അതുപോലെ ഇയാളെ പിടിച്ച് സയ്യിദാക്കുക. അതൊന്ന് കേൾക്ക്, നിങ്ങൾ അടുത്തടുത്ത് കിട്ടും. ഇയാളെ പിടിച്ച് തങ്ങളാക്കുന്നു. സാധാരണ ഒരു നാടനായ ഇയാളെ പിടിച്ച് സയ്യിദാക്കുന്ന. നിങ്ങൾ എത്ര ഗൗരവതരമാണ് വിഷയം. ഇത് കേവലം വിമർശനത്തിന് വേണ്ടി പറയുന്നതാണോ? ഇവരുടെ മേധാവ് ഈ കാണുന്നതാണ് മുതല് പറയുന്ന കാന്തപുരത്തിന്റെ ഷെയ്ഖ്. ഏതായാലും എടുത്തതിന് ഇയാളെ സയ്യിദാക്കുന്ന കോലം നിങ്ങളൊന്ന് കണ്ടോളൂ. അവരുടെ കൈവശം പാരമ്പര്യമായി സൂക്ഷിച്ചു പോയിരുന്ന ശറഫാക്കപ്പെട്ട ഒരു തിരുകേശം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇയാളൊരു തങ്ങളാണ്, കൊടുത്ത ആളാണ്, സയ്യിദാണ്, പാരമ്പര്യം അറിയപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. മദീനയിൽ നിന്ന് ദീനി പ്രബോധനാർത്ഥം നേരത്തെ വന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുൾപ്പെടെയുള്ള അഹ്ലു ബൈത്തിന്റെ പിൻതലമുറക്കാരനാണ്. ആള് പറയുന്നു, ഞങ്ങൾ ഉപ്പാപ്പമാര് വന്ന സമയത്ത് അവരുടെ കൈവശം സൂക്ഷിച്ചു വന്നിരുന്ന തിരുകേശം അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ AP അബൂബക്കർ മുസ്ലിയാരെ അവരെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ബഹുമാനപൂർവ്വം ഏറ്റെടുത്ത് മർക്കസിൽ തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്തു. 6 കൊല്ലായത്. അതിന്റെ സനത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ് അതിന്റെ കഥ. വേറെ കടലാസിലേക്ക് സനതുണ്ട്, അതല്ല വിഷയം. ഇവിടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ട സനത് എന്താണ്? വിശ്വാസയോഗ്യനായ അഹ്ലു ബൈത്തിൽപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങള് അയാൾ പറയുന്നു, ഇത് എന്റെ ഉപ്പാപ്പമാര് മുഖേന ഞങ്ങൾക്ക് കിട്ടിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പാണ്. ഈ ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങൾ സയ്യിദ് അങ്ങനെ പറയില്ല, അള്ളാഹു റസൂലിന്റെ പേരിൽ കളവ് പറയില്ല എന്ന ഉത്തമ വിശ്വാസത്തിന്റെ പേരിൽ അതിനെ സന്ദർശിക്കുകയോ അതിനെ ബഹുമാനിക്കുകയോ അതിലിട്ട വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാൻ ഇസ്ലാം ദീനിൽ വേറെ തെളിവിന്റെ ആവശ്യമില്ല. കൊടുത്ത ആള് സയ്യിദാണ്, മഹാനാണ്, അവരുടെ പാരമ്പര്യം സാദാത്യങ്ങളാണ്, അവര് പാരമ്പര്യമായി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ്. അതുകൊണ്ട് ഇത്
അപ്പൊ നോക്കൂ നിങ്ങൾ, വേറെ തെളിവിന്റെ ആവശ്യമില്ല. ആകെയുള്ള തെളിവെന്താ? ഇയാൾ തങ്ങളാണ്. എത്ര ഊക്കിലാണ്, എത്ര വട്ടാണ് മൂപ്പര് ആവർത്തിച്ച് പറഞ്ഞത് ഇയാൾ സയ്യിദാണ്. ഇവിടെ മറുപടി വെക്കാൻ ഒരുക്കൂട്ടി നിൽക്കുന്ന, തയ്യാറായി നിൽക്കുന്ന ആളുകളോട് പറയാം, ഇപ്പറയുന്ന ഇക്ബാൽ ജാലിയാവാല സയ്യിദാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്തെങ്കിലുമൊക്കെ മറുപടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടി അങ്ങനെ പറഞ്ഞു, ആരാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്നതിലൊരർത്ഥമില്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുമെങ്കിൽ മറുപടി വെച്ചാൽ മതി. എന്തിനാണ് ഒരുപാട് മാനവ വിഭവശേഷി, ഒരുപാട് സമ്പത്തൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പറയുന്നയാൾ സയ്യിദാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പണ്ഡിതനാണല്ലോ. ആവർത്തിച്ച് ഇയാൾ സയ്യിദാന്ന് പറഞ്ഞത് എത്ര ഗുരുതരമായ തെറ്റാണിത്, എത്ര ഗുരുതരമായ അപരാധമാണിത്. ഇനി യഥാർത്ഥത്തിൽ ആരാണ് ഇക്ബാൽ ജാലിയാവാല? അത് നമ്മുടെ ജിഷാൻ മാഹി ഒന്ന് പറയട്ടെ. അവിടെ പോയി കണ്ട അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജാലിയാവാല ആരാന്ന് പറയട്ടെ. സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഏതായാലും ജാലിയാവാലിന്റെ അടുത്ത് പോയിട്ട് ആ മനുഷ്യന്റെ, അദ്ദേഹം ഒരു മുഅ്മിനായി ജീവിക്കുന്ന വ്യക്തിയല്ല, അദ്ദേഹം പച്ചയായ ഫാസിഖാണ്, അദ്ദേഹം സാക്ഷി പറയാൻ പറ്റാത്ത വ്യക്തിയാണ്, സത്യസന്ധനല്ല എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. രണ്ട് പണ്ഡിതന്മാർ കൂടി ബോധ്യപ്പെട്ടു. അവിടെയാണ് വിഷയം. അബ്ദുൽ നസീർ അസീറിക്ക് ബോധ്യപ്പെട്ടു, ബഷീർ ബാക്കിനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ നോക്കൂ നിങ്ങൾ, അതാണ് ഈ ജാലിയാവാലയുടെ യഥാർത്ഥ രൂപം. ഇനി 41 എടുക്കും. ഇതാണ് യഥാർത്ഥ രൂപം. ഇയാളെ പിടിച്ച് വലിയാക്കി, ഇയാളെ പിടിച്ച് ഷെയ്ഖാക്കി, ഇയാളെ പിടിച്ച് ഉസ്താദാക്കി, ഇയാളെ പിടിച്ച് സയ്യിദാക്കി, ഇയാളെ പിടിച്ച് തങ്ങളാക്കി. ഈ കളവൊക്കെ പറഞ്ഞതെന്തിനാ? 100% വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ട ഈ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി. ഇതൊക്കെ ഞങ്ങൾ അതിന് പറഞ്ഞ മറുപടിയാണ് വലിയ രസം. എന്താ പറഞ്ഞ മറുപടി? ജാലിയാവാലെ ഷെയ്ഖാക്കി. അതാപ്പ വലിയ കാര്യം. നമ്മളെ നാട്ടിലെ രാമൻകുട്ടി ഗൾഫിൽ പോയ അറബികൾ രാമൻകുട്ടിനെ എന്താ വിളിക്കുക? ഷെയ്ഖ് രാമൻകുട്ടി. നമ്മളെ നാട്ടിലെ വർഗീസ് നാട്ടിൽ പോയ വർഗീസിനെ അറബികൾ എന്താ വിളിക്കുക? ഷെയ്ഖ് വർഗീസ്. അതുപോലെ ഞങ്ങൾ ഷെയ്ഖ് ജാലിയാവാല എന്ന് വിളിച്ചു. ഇനിയിപ്പോ ഉസ്താദ് വലിയ തെറ്റ്. ഉസ്താദ് എന്ന പേരിൽ സിനിമക്ക് പോലും പേരുണ്ട് ഉസ്താദ് എന്ന്. പിന്നെ ഇക്ബാൽ ജാലിയാവാലിനെ കുറിച്ച് പറഞ്ഞതാ തെറ്റ്. ഇനി വലിയാണ് പറഞ്ഞതാ വലിയ കുഴപ്പം. കെട്ടിച്ചയക്കാനുള്ള പെണ്ണുങ്ങളുള്ളവരൊക്കെ വലിയ തന്നെയാണല്ലോ പറയാ. അങ്ങനെയാണ് ഇവരെ മറുപടി. ഏതായാലും പോട്ടെ. അങ്ങനെ അയാളെ വിശ്വസിക്കാൻ പറ്റൂല, ഉറപ്പല്ലേ? ഇനി ഇതിവിടെ വാങ്ങിവെച്ച ആളെ കഥ എന്താ? കാന്തപുരത്തിന്റെ കഥ എന്താ? കളവ് പറയാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യൻ, പറഞ്ഞ കളവ് സത്യമാണ് എന്ന് തോന്നിപ്പിക്കും വിധം സത്യസന്ധമായി അവതരിപ്പിക്കാനുള്ള അസാമാന്യമായ ചർമ്മ സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹീതനായ മനുഷ്യൻ. മുഖസ്തുതി പറയാന്ന് കരുതണ്ട. ഇതൊരു സത്യം പറയാണ്. കളവ് പറയാൻ ഒരു മടിയില്ലാത്ത മനുഷ്യൻ. അയാളെ വിശ്വസിക്കാൻ പറ്റൂല്ലേ? നൗഷാദ് ഹസൻ തന്നെ പറഞ്ഞോട്ടെ. ഞാൻ ലേഖിപ്പോ കിടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറയുന്നു, ഈ വിഷയത്തിൽ പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയാൽ വിശ്വസിക്കാന്നാണല്ലോ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ സംഗതി കഴിഞ്ഞ്. കാരണം എന്താണ്? ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്ന് പറയുമ്പോ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്ക്, ഇപ്പോ കളവുകളുടെയും അതുപോലെ പല രൂപത്തിലുള്ള നുണകൾ മാത്രം പറഞ്ഞ് പരിചയമുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതി. മൂപ്പര് വന്ന് പറയുമ്പോ പിന്നെ നമ്മളതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു SKSകാരൻ അത് വെച്ച് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോ പിന്നെ ഇവരെ കുറ്റം പറയാൻ പറ്റൂ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനൊരു ദിവസം ഈ വിവാദം നടന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഒരു ദിവസം രാമന്തലിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹസൻ സക്കാഫിക്കറിയാം കാന്തപുരവും രാമന്തളിയും തമ്മിലുള്ള ബന്ധം. രാമന്തളിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 26 കൊല്ലം കാന്തപുരത്തെ നയലുപോലെ പറഞ്ഞയാളാണ് മുഹമ്മദ് രാമന്തളി. ഹൈക്കോടതിയിൽ കാന്തപുരത്തിന് വേണ്ടി ഹാജരാവാൻ ആകെ ധൈര്യം കാണിച്ചാണ് രാമന്തളി. അയാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെയോ പറയട്ടെ, അടുത്ത കളവ് പറയട്ടെ. രാമന്തളിയും തമ്മിലുള്ള ബന്ധം എന്താണ്?
നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് ഇപ്പൊ പുതിയൊരാൾ നൂറിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, കുറ്റിപ്പുറം അറിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഇത് വളരെ വിശദമായി നമ്മൾ പഠനം നടത്തുമ്പോ സമസ്തയുടെ നിലപാടിലേക്ക് ആളുകൾ എത്തിപ്പോവുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അവസാനം നിങ്ങൾ നോക്കും, ഇതും കൂടി വായിച്ചാൽ അത് കഥ പൂർത്തിയോ, ഞാൻ കൂടുതൽ പറയേണ്ടി. അപ്പൊ ഇതാണ് കാന്തപുരത്തിന്റെ അവസ്ഥ. അയാൾ വായിക്കാൻ പോകുന്നതല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. മാതൃഭൂമിയുടെ നവംബർ 24 30 ലക്കം മാതൃഭൂമി. ആ മാതൃഭൂമിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ പുതിയൊരു കളവുണ്ട്. എന്താ കളവ്? ആ മാതൃഭൂമിയിൽ അദ്ദേഹം പറഞ്ഞു, തിരികേശം പ്രചരിപ്പിക്കാൻ നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു പള്ളിയില്ല. പള്ളികൾ പലതുമുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം. തിരികേശത്തിന് പ്രചരണം നടത്തിയിട്ടില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല, പള്ളി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ പിരിവ് നടത്തിയിട്ടില്ല. ഇയാൾ ആരെയാ വഞ്ചിക്കുന്നത്? ഇയാൾ ആരെയാണ് വഞ്ചിക്കുന്നത്? ഞങ്ങളെ നേതാവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി തിരികേശം സൂക്ഷിക്കാൻ വരുമെന്ന് സ്വപ്നം കണ്ട് കാത്തിരുന്ന പാവപ്പെട്ട SSFകാരനെയാണ് ഞങ്ങളല്ല വഞ്ചിക്കുന്നത്. എന്തോരാവേശമായിരുന്നു അടുക്ക്, എന്തോരാവേശമായിരുന്നു. നമ്മുടെ ബത്തക്ക കച്ചവടക്കാരൻ സക്കാഫി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മൂപ്പരൊരു ആവേശവും മൂപ്പര് കണ്ട സ്വപ്നത്തിന്റെ ഊക്കൊന്നൊന്ന് കേക്ക് നിങ്ങൾ. അങ്ങനെ എതിർക്കാൻ തുടങ്ങി. മാത്രമല്ല കുട്ടനെ ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ പറയുന്നത്, ഒരു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയാവും. 4 ലക്ഷം ആൾക്കാർ പിന്തുണ ചുരുങ്ങിയ ഏപ്പിസ്ഥാനുണ്ടെന്ന് വരും. 3 ഏപ്പിസ്ഥാൻ വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽക്കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മീനാർ, അങ്ങനെ പലതും സ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാണ്. കുട്ടികൾ എങ്ങനെ പഠിക്കാൻ എന്താ ഉണ്ടാക്കിയത്, ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയത്, ചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഏപ്പിസ്ഥാൻ സ്മരിക്കപ്പെട്ടെങ്കിലോ അതെന്ത് ഹുർവിയ പണ്ഡിതന്മാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്. വൽ ഹയാത്തുല്ലബദിയ, മരിച്ചാലും മരിക്കാത്തവരായിട്ട് മാറും. അസൂയമൂത്തു, എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആളാരാണ്? ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തവരൻ നോക്കിവർക്ക് ശരിയായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നാൽ അത് ആലോചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് അസൂയമൂത്ത മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനിയും എല്ലാ ഇത്തിവാലും മരവരാതിയും എല്ലാവരും കൂടെ എതിർക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ബുദ്ധിയുള്ള ചില നേതാക്കളൊക്കെ പറഞ്ഞു, ഉണ്ടാക്കിക്കോട്ടെ, ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കേരളത്തിലായാലും അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷമല്ലേ. ചുരുങ്ങിയത് SKSFകാരാ കാന്തപുരം പള്ളി ഉണ്ടാക്കിയാൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ബത്തക്ക കച്ചവടമെങ്കിലും അതെങ്കിലും ആലോചിച്ചിട്ട് എന്താ മൂപ്പര് ആവേശമില്ലാത്ത ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടാ മൂപ്പര് പറയുന്നത്. കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയും ഇപ്പൊ ഇതാ കാന്തപുരം പറയാ അങ്ങനെ ഒരു പള്ളിയേ ഇല്ല. ഞങ്ങൾ ബത്തക്ക കൃഷിയൊക്കെ തുടങ്ങിയതാ. കാരണം പള്ളി ഉണ്ടാക്കിയാൽ വിറ്റ് കാശാക്കാലോ നിനക്ക്. ഇനിയിപ്പോ എവിടെ പോയിട്ടാ ബത്തക്ക വിൽക്കുക? SSFകാരാ, നിങ്ങൾക്കുണ്ടാവില്ല പേരക്കുട്ടികള്. SKSFകാർക്ക് മാത്രമല്ല നിങ്ങൾക്കുണ്ടാവും പേരക്കുട്ടികള്. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ സാമൂഹ്യ പാഠ്യത്തിന്റെ ചോദ്യ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ആരാ ഉണ്ടാക്കിയത് എന്നല്ല,
നേരെ മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കുന്ന പറഞ്ഞ് ഇവിടെയുള്ള ഒരുപാട് പാവപ്പെട്ട SSFകാരെ ഒക്കെ പറഞ്ഞ് പറ്റിച്ച് 40 കോടി രൂപ പിരിച്ചെടുത്തിട്ട് അവസാനം പള്ളിയുണ്ടാക്കാരെ മുങ്ങിയ തട്ടിപ്പുകാരൻ ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടാവുമ്പോ ഇൻഷാ അല്ലാഹ് SSFകാരുടെ പേരക്കുട്ടികൾക്ക് ഒരു പേടിയില്ലാതെ എഴുതി വെക്കാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ പേരക്കുട്ടികൾ, നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഇല്ല, കാന്തപുരം പറയാ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്നില്ല. ഇതിന് കളവ് എന്നല്ലാതെ കെട്ടുമ്പോ തുന്നിന്ന് പറയാൻ പറ്റും. ഇതിന് കളവ് എന്നല്ലാതെ പിന്നെന്താ പറയാ? ഇയാൾ കളവ് പറയുന്ന ആളാണ് എന്ന് ഞങ്ങൾ പറയുന്നതാ വലിയ കുറ്റം. ഇയാൾ പറയുന്നതിന് ഒരു പ്രശ്നമില്ല. ഇത് കളവ് എന്നല്ലാതെ ഇതിന് പിന്നെന്ത് പേരാ പറയാ? എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞോളാം. പക്ഷെ എന്നാലും സംഗതി എന്നാണല്ലോ, വളരെ കൃത്യമായി പള്ളി ഉണ്ടാക്കുന്നത് പ്രഖ്യാപിച്ചു മാത്രമല്ല. അത് മാത്രമല്ല, എന്താ പള്ളി ഉണ്ടാക്കാത്തത് ഞങ്ങൾ ചോദിച്ചപ്പോ എന്താ കാന്തപുരം പറഞ്ഞത്? അതിൽ നിങ്ങൾ ബേജാറാവണ്ട, അതിന്റെ പാർട്സ് ഹൈദരാബാദിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യും. കാന്തപുരം അങ്ങനെയാണ് പറഞ്ഞത്. അനുയായികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കി കഴിഞ്ഞാൽ പള്ളി കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാലം അനുയായികളെ പിടിച്ചു നിർത്തും. എന്നിട്ട് ഇപ്പൊ പറയാ ഞങ്ങളങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്നില്ല. ആ 46 പള്ളി ഉണ്ടാക്കുന്നില്ല, പള്ളിന്റെ പേര് പറഞ്ഞ് പിരിവ് നടത്തുന്നില്ല. എന്നാൽ കാന്തപുരം നടത്തുന്ന ഒരു പത്രസമ്മേളനം നിങ്ങളൊന്ന് കണ്ടോളൂ. സത്യം പറഞ്ഞാൽ മുടിയല്ല പ്രധാനം, അത് വെക്കാനായി നിർമ്മിക്കുന്ന പള്ളിയാണ്. 40 കോടിയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചെലവ് അന്ന് പറഞ്ഞത് 40 കോടി ഉറുപ്പികയാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ഏറ്റവ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ. കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരിയിൽ തറക്കല്ലിടലും കഴിഞ്ഞു. പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. നല്ല സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ വലിയ പള്ളിയല്ല, അതിന്റെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പൂർത്തിയായാൽ ഉടൻ ആരംഭിക്കുന്നതാണ്. ഇത് അത്തും വിത്തും അല്ലെങ്കിൽ പിന്നെന്താ? പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്. എന്നിട്ടോ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് പൂർത്തിയായതിന്റെ ശേഷം സ്ഥലം പ്രഖ്യാപിക്കാം. പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം ഇൻഷാ അല്ലാഹ് സ്ഥലം പ്രഖ്യാപിച്ചോളാം. എന്താ ഇപ്പൊ പിന്നെ പ്രഖ്യാപിക്കാത്തത് പറയട്ടെ?